ആഴമുള്ള പല വിഷയങ്ങൾ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ നേരം വീണ്ടും ദൈവസന്നിധി നമ്മൾ ഒരുമിച്ച് അടുത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് പകൽ നേരം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് തിമോത്തിയോസിന് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം നമുക്ക് കേൾക്കാം. ആമേൻ. വായിച്ചാട്ടെ. ഒന്നും കൂടെ വായിച്ചേ, തെറ്റില്ലാതെ ഒന്നും കൂടെ വായിച്ചേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം നമ്മളുടെ ചിന്തയ്ക്കായിട്ട് ഈ വാക്യം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു ഭാഗമായിരുന്നു ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തിരിക്കുന്നത്. കർത്താവ് സ്തോത്രം തൻ്റെ സഭയെ സ്നേഹിക്കുകയും കർത്താവ് സഭയെ പരിപാലിക്കുവാൻ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകരിലൂടെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ നടത്തപ്പെടുവാനാണ് കർത്താവ് 5 വിധ ശുശ്രൂഷകരെ ദൈവം തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. കർത്താവിന് ബോധിച്ചവരെയാണ് കർത്താവ് തെരഞ്ഞെടുത്താക്കുന്നത്. ആമേൻ. കർത്താവിന് ബോധിച്ചവരെയാണ് കർത്താവ് തെരഞ്ഞെടുത്താക്കുന്നത്. കർത്താവ് തെരഞ്ഞെടുത്തൊരു വ്യക്തിക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ ആ വ്യക്തിക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ ശുശ്രൂഷയുടെ എല്ലാ ആഴങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും. എല്ലാ കാര്യങ്ങളും മറനീക്കി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തെയാണ് നാം ഇന്ന് പകൽ നേരം സേവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തന്റെ ശുശ്രൂഷ ജീവിതത്തിൽ തനിക്ക് പിൻഗാമിയായി വരുവാൻ അല്ലെങ്കിൽ തൻ്റെ സുവിശേഷ വേലയിൽ നല്ല ഒരു സാക്ഷ്യത്തോടുകൂടെ ശുശ്രൂഷയിൽ നിൽക്കുവാൻ കടന്നു വന്ന തിമോത്തിയോസിന് സ്തോത്രം ഹല്ലേലൂയ തന്റെ ശുശ്രൂഷ ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ താൻ ശുശ്രൂഷയിൽ നിന്ന് തളർന്നു പോകാതെ വണ്ണം നിലനിൽക്കുവാൻ തക്കവണ്ണം തിമോത്തിയോസിന് വചനത്തെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ശുശ്രൂഷകർക്ക് ഉള്ളതാണ്. തിമോത്തിയോസ് 1-2 തിമോത്തിയോസ് തീത്തോസ് ലേഖനങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം ഇടയ ലേഖനങ്ങളാണ്, ശുശ്രൂഷകർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ചോദിക്കുന്നത് അപ്പൊ അവർക്ക് മാത്രം അനുസരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതെല്ലാവർക്കും ബാധകം തന്നെയാണ്. ആമേൻ. അപ്പോൾ തന്നെ ഇത് ശുശ്രൂഷ ആയിരിക്കുന്ന തിമോത്തിയോസിന് ഇത് പ്രത്യേകാൽ ഇത് തന്റെ കയ്യിൽ കൊടുക്കുന്ന പൗലോസിന്റെ ഉദ്ദേശം ശുശ്രൂഷയിൽ നിലനിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. അപ്പോൾ ശുശ്രൂഷയിൽ താൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അത് ശുശ്രൂഷയിൽ താൻ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ ആ വിഷയത്തെ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ഈ ലേഖനങ്ങളിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തിമോത്തിയോസിന് എഴുതുന്ന ഈ 2-ാം ലേഖനത്തിൽ നമ്മൾ 2-ാമത്തെ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ട വാക്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. കാര്യം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അടുത്തു വരുന്ന ഒരു ദൈവദാസനെ സംബന്ധിച്ച് താൻ ആ അഭിഷേകത്തിന്റെ നിറവോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെ തന്റെ ജഡസ്വഭാവം കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആമേൻ. ജഡത്തിന്റെ ചിന്തകൾ പലപ്പോഴും കടന്നു വന്ന് പലപ്പോഴും ശുശ്രൂഷയിൽ നിന്ന് തകർന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലായി പൗലോസ് കണ്ടതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധയോടെ അവിടെ എഴുതുന്ന ഒരു വിഷയമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മൾ വായിച്ച വാക്യം ഇതാണ്: കർത്താവിന്റെ ദാസൻ ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദോഷം സഹിക്കുന്നവനായിട്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ട ഒരു ദൈവദാസനെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലും പലവിധ ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്.
അല്ലെ? പലവിധ ദോഷങ്ങൾ. പലരിൽ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, തീരുമാനം കൊണ്ട് പല വിധത്തിൽ പലവിധ ദോഷങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ദൈവത്തിന്റെ ദാസന്റെ മേലുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്നാൽ ആ ദോഷത്തിന് ദോഷം ചെയ്യുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. അവിടെയെല്ലാം നീ സ്തോത്രം ഹല്ലേലൂയ ശാന്തനായി നിൽക്കണം. ഹല്ലേലൂയ ശാന്തനായി നിൽക്കണം. ആമേൻ. അപ്പോൾ ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ അവിടെ പല വിഷയങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ 22, 23 വായിക്കുമ്പോൾ യൗവനമോഹങ്ങളെ വിട്ടോട് നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം. അപ്പോ ശ്രദ്ധിക്കണം കേട്ടോ, സമാധാനം ആചരിക്കാനുള്ളതാണ്. സമാധാനം ആചരിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. എല്ലാവരുടെ ഇടയിലും സമാധാനത്തിന്റെ ദൂതുമായി ചെല്ലണം. കലഹങ്ങൾ ഉണ്ടാകാതെ, വെല്ലുവിളികൾ ഉണ്ടാകാതെ വിശുദ്ധന്മാർ തമ്മിൽ കൂടുമ്പോൾ കർത്താവിന് മഹത്വം വരുമാറുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനാണ് ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം ഇങ്ങനെ അളവിയ മെനഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമാധാനത്തോടെ ആടുകൾക്ക് മാതൃകയായിരിക്കാൻ തന്നെയാണ്. ആമേൻ. നമ്മെ ഓരോരുത്തരെ ശുശ്രൂഷകരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഒരു ദേശത്തിനോ ഒരു രാജ്യത്തിനോ ദൈവം ഹല്ലേലൂയ ഒരു ശുശ്രൂഷകരെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷകരിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടേണ്ടതിന് അവർ തങ്ങളെ തന്നെ സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. തങ്ങളെ തന്നെ സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. സ്തോത്രം. ഇതൊക്കെ ഇന്ന് പറയേണ്ട കാരണം ഇന്ന് വിശ്വാസികളെക്കാൾ കൂടുതൽ മാനസാന്തരം ആവശ്യം പാസ്റ്റർമാർക്കാണ്. ആമേൻ. മാനസാന്തരവും ക്രമീകരണവും ജീവിതത്തിൽ വേണ്ടത് ദൈവദാസന്മാർക്ക് തന്നെയാണ്. കാര്യം ഇന്ന് ഈ വാക്യം വായിക്കുമ്പോൾ ഇത് വളരെ പ്രസക്തമാണ് ഇന്ന്, അല്ലെ? എന്തുകൊണ്ട് ആ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. വായിച്ചേ. കർത്താവിന്റെ ദാസൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ സേവിക്കുന്നത് ദൈവത്തെയാണെന്നുള്ള ബോധം ഒന്നാമത് വേണം. താൻ ദൈവത്തെയാണ് സേവിക്കുന്നത് എന്നുള്ള ബോധം ഒന്നാമത് വേണം. ഏതൊക്കെ സംഘടനയ്ക്കകത്ത് കയറി ഇരുന്നാലും സംഘടനയല്ല ദൈവം. അതിന്റെ മുകളിലിരിക്കുന്ന പ്രസിഡന്റോ ജനറൽ പ്രസിഡന്റോ അല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയവൻ, തന്റെ പ്രിയപുത്രനെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് അയച്ചവൻ, നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചവർക്ക് സ്വർഗത്തിലാണ്. അവനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. ആമേൻ. 4-ാം വാക്യം വായിച്ചേ. ആ 2-ാം അധ്യായം 4-ാം വാക്യം ഏറ്റവും മുകളിൽ വായിച്ചാട്ടെ. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ശ്രദ്ധിക്കണം, യാതൊരു പടയാളിയും അപ്പൊ ചോദിക്കുക, അതിനിപ്പോ എന്നെ ഇടപെട്ടാൽ എന്നാ കുഴപ്പം? എങ്ങനെ ജീവിക്കും? എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ കാര്യങ്ങൾ നടക്കും? ഈ ചിന്തയല്ല ദൈവദാസന്മാരെ നടത്തേണ്ടത്. ഈ ചിന്ത കയറിയാൽ ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ കഴിയത്തില്ലെന്ന് നമ്മളെക്കാൾ അധികമായി പൗലോസിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ കാര്യങ്ങൾ ഓടും? ഞാനൊരു കാര്യം പറയാം. ഇന്ന് വിശ്വാസത്താൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാലും വിശ്വാസമില്ലാതെ കേൾക്കുന്ന ഒരു വലിയ ശുശ്രൂഷ സമൂഹത്തിന്റെ നടുവിലാണ് ഞാനും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. പടചേർത്തവനെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? പടചേർത്തവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അവിടെ അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? ഈ ചട്ടപ്രകാരം പോരാടുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു വിഷയമാണ് ഇപ്പൊ നമ്മളിപ്പോ കേട്ടത്. ചട്ടപ്രകാരം പോരാടാകിയാൽ കിരീടം. ഇന്ന് ചട്ടപ്രകാരം പരിശുദ്ധാത്മാവ് വെക്കുന്ന വ്യവസ്ഥയിലൂടെ ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവിന് കീഴ്പ്പെടുന്ന ശുശ്രൂഷകർ ദൈവനാമത്തിന് മഹത്വമായി തീരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ശുശ്രൂഷകന്മാരാണോ നിങ്ങൾ? ദൈവാത്മാവ് പറയുന്ന ഇടത്തേക്ക് പോകണം. പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്യണം. ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിന് ഉടമയാണെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല.
അപ്പോൾ ചട്ടപ്രകാരമല്ല. മനസ്സിലാക്കണം, നീ ഒരു പാനലിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വന്തം ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടോ സംഘടനയുടെ ഭാഗമായിട്ടോ ഇരിക്കരുത്. നീ ദൈവത്തിന്റെ ദാസനാകണം. മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷവുമായിട്ട് നീ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും നിനക്ക് പരിധിയിടുന്ന സംഘടനയാണോ നീ സേവിക്കുന്നത്, അതിനോട് ഇന്ന് ഗുഡ് ബൈ പറ. നിന്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ദൈവം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിധിയിടുന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ദൈവാത്മാവ് ഇടപെട്ട് പറയുവാൻ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ സംഘടനയെ നോക്കിയിട്ട് അയ്യോ കർത്താവേ ഞാനത് പറഞ്ഞ് എന്നെ ആവൂന്ന് ചോദിക്കുന്ന ഭീരുക്കൾ. ആമേൻ, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി തീരും? ആളുകൾ എന്നെ എങ്ങനെ കാണും? മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തൽ. മനസ്സിലാക്കണമേ, നീ ഇന്ന് കർത്താവിനെ സേവിക്കുന്നില്ല, നീ ഭീരുവായിരിക്കുകയാണ്. ഒരു ഭീരുവിനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഭീരുക്കൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് ഭീരുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, വളരെ കൂടുതലാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞ് കേട്ട് അത് പ്രകാരം സ്റ്റെപ്പുകളെ വെച്ചാൽ നീ ദൈവ മഹത്വമായി തീരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പറയാം. നീ എത്ര വലിയ കെട്ടിടം വെച്ചെന്നോ സഭ കൂടിയെന്നോ ആള് കൂടിയെന്നുള്ളതല്ല, നിന്റെ ശുശ്രൂഷയിൽ ഉപദേശത്തിന്റെ സത്യങ്ങളും വചനത്തിന്റെ മർമ്മങ്ങളും വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നീ വിശ്വസ്തത ആചരിച്ചേ മതിയാകത്തുള്ളൂ. നീ വിശ്വസ്തത ആചരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ സ്നേഹത്തിൽ ആചരിക്കണം, സ്നേഹം ആചരിക്കണം. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ദൈവസഭകളുടെ അകത്ത് ദൈവദാസന്മാർക്ക് ഇന്ന് വലിയൊരു മാനസാന്തരം ആവശ്യമാണ്. വലിയൊരു മാനസാന്തരം വളരെ ആവശ്യമാണ്. ശണ്ട അല്ലേ? അവിടെയാണ് നമ്മൾ ചെന്ന് നിന്ന്. അല്ലേ? ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുമ്പോ എബ്രായ ലേഖനത്തിലേക്ക് ഇനിയും വരണം, 1-2 വട്ടം വരണം. എബ്രായ ലേഖനം അതിന്റെ സ്തോത്രം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 11:6. ആമേൻ, വായിച്ചാട്ടെ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ചട്ടപ്രകാരം പോരാടണമെന്നുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസം വേണം. ആമേൻ. വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അതിന്റെ വഴികളെ തുറക്കും. വഴി തുറക്കാൻ, കുറെ സാമ്പത്തിക വഴി തുറക്കാൻ മാത്രമല്ല ദൈവം ഇരിക്കുന്നത്. നിനക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവകൃപ ആവശ്യമാണ്. ഉചിതമായ തീരുമാനമെടുക്കാൻ ദൈവകൃപ ആവശ്യമാണ്. ആളുകളിയ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമഹത്വം കാണേണ്ടതിന് നീ ദൈവകൃപയിൽ ഇരുന്നാലേ അത് സാധിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നീ ഇന്ന് ശണ്ടയുണ്ടാക്കി, ദൈവദാസന്മാര് ശണ്ട കൂടി, ദൈവകൃപ നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, നിന്നെ വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ, ചട്ടപ്രകാരം പോരാടാൻ കഴിയാതെ വന്ന് അനേകർ കുടുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേകർ കുടുങ്ങിയിരിക്കുകയാണ്. ചട്ടപ്രകാരം പോരാടണമെന്നുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസം വേണം. എന്താ കാരണം? ദൈവാത്മാവ് എന്നെ ഉപദേശിക്കുന്ന വഴിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. കാര്യം നിന്നോട് ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് മുമ്പിൽ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങളിൽ നിന്റെ പാദസ്പർശം ഏൽക്കുവാൻ അല്ലെങ്കിൽ ചില നിയോഗങ്ങൾ ഒരുക്കി വെച്ചിട്ട് നിന്നോട് കൽപ്പിക്കൂ, നിന്റെ കാലെടുത്ത് അതിന് മീതെ വെക്കുവാൻ തയ്യാറാണോ? അവിടെയാ ദൈവപ്രവൃത്തി വെയിറ്റ് ചെയ്യുന്നത്. എന്താണ് ഇന്ന് സഭകളുടെ ഒരു അതിശയങ്ങളോ ദൈവപ്രവൃത്തിയോ കാണാത്ത ഒന്നും വിശ്വാസത്തിൽ അനിശ്ചിതമായല്ല നിൽക്കുന്നത്. ഒരിടത്തുനിന്ന് മറ്റൊരു സഭയിലേക്ക് ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നവന് പ്രത്യേകിച്ച് ഒരു ദൈവപ്രവൃത്തിയുടെ ആവശ്യമില്ല. ഉണ്ടോ? നിലവിൽ അവിടെ ഇരിക്കുന്ന കുറെ ആത്മാക്കൾ ആരോ ഏതോ കാലഘട്ടത്തിൽ അവിടെ വന്നിരിക്കുന്നു. അവരെ എങ്ങനെയും പൊടി തട്ടി കുറെ ട്രപ്പീസ് വിദ്യം കാണിച്ചിട്ട് അവരുടെ കയ്യിലുള്ളത് ചിലത് മേടിച്ച് അടുത്ത സഭയിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ഒരു കൃപാവരത്തിന്റെ ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു കൃപാവരത്തിന്റെ ആവശ്യമില്ല. വേളച്ചിലും ഇത്തിരി കഠിന ഹൃദയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. എന്താണ് ഇന്ന് പല സഭകളുടെ അകത്ത് ശുശ്രൂഷകർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വിനയനാന്നറിയാവോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അവർ എറിഞ്ഞു കളഞ്ഞു.
ആമേൻ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എറിഞ്ഞു കളഞ്ഞു. ഇന്ന് മാനസാന്തരം പാസ്റ്റർമാർക്കാണ് വേണ്ടത്. പാസ്റ്റർമാരാണ് മാനസാന്തരപ്പെടേണ്ടത്. ആദ്യമായി നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ ആടുകളും മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം നമ്മൾ വായിച്ചത്, സ്തോത്രം, കർത്താവിന്റെ ദാസൻ ശണ്ട ഇടാതെ പറ്റുമോ? എല്ലാവരോടും പറ്റുമോ? ഹല്ലേലൂയ. ചില പ്രയാസങ്ങളെ ചിലരെ വല്ലാതെ കഷ്ടത്തിലാക്കി കളയുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയത്തില്ല. ശരിയാ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, സ്തോത്രം, ചിലരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ യൂദ 12 പേരിൽ ഒരുത്തനായിരുന്നു. അവനെ കർത്താവ് 3.5 വർഷം ശുശ്രൂഷ കാലത്ത് ഇടയ്ക്കൊന്നും കർത്താവ് ചെവിക്ക് പിടിച്ച് ഇറക്കി വിട്ടില്ല. ഇറക്കി വിട്ടോ? ഇറക്കി വിട്ടില്ല. കർത്താവ് ഇറക്കി വിട്ടില്ല. കർത്താവ് അവനെ അവിടെ ഇരുത്തി. അല്ലേ? ഹല്ലേലൂയ. കർത്താവ് അവനെ അവിടെ ഇരിക്കുവാനായിട്ട് അനുവദിച്ചു. അവനെ ഇറക്കി വിട്ടില്ല. നിങ്ങളിൽ ഒരുവൻ പൂർവമാകുന്നു. അത് ആരാന്ന് ചോദിച്ചപ്പോ എല്ലാവർക്കും ഉള്ളിൽ കുത്തുകൊണ്ടു. എന്നാൽ പ്രാഗൽഭ്യത്തോടെ ചോദിക്കാൻ ഒരുത്തരെ പറ്റുള്ളൂ. യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു. ചോദിച്ച കർത്താവ് അത് ആരാണെന്ന്. അപ്പോൾ പത്രോസ് അപ്പുറത്ത് നിന്ന് വിറയ്ക്കുന്നുണ്ട്. ഇത് എന്നെ കുറിച്ചാണോ? എല്ലാ ലക്ഷണവും നോക്കിയിട്ട് ഇത് എന്നെ കുറിച്ച് തന്നെയാന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, ഈ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുമെങ്കിലും ചെയ്താൽ സ്വന്തം മോചനത്തിനൊരു മാർഗമുണ്ട് കേട്ടോ. എന്തെങ്കിലും സാധ്യതയുണ്ട് രക്ഷപ്പെടാൻ. എന്നാൽ എത്ര വചനം കേട്ടാലും അതിന്റെ മുമ്പിൽ ചിരിച്ചോണ്ടിരിക്കുന്നവനാണോ നീ? യൂദാ പോയ വഴി നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം. കാര്യം 12 പേര് സ്വന്തം മനസ്സിലാക്കണം. ഈ 12-ൽ 11 പേര് ശക്തമായി പല രാജ്യങ്ങളെ ഇളക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട അപ്പോസ്തലന്മാരായിരുന്നു. അവരെ പോലെ മനസ്സിലാക്കണം, വെറും 30 വെള്ളിക്കാശിന് വിറ്റു. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ കയറുമ്പോ ഉണ്ടല്ലോ, ഈ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ എന്തുകൊണ്ടാ ചെയ്യുന്നറിയാമോ? പൊന്നും പണവും സ്ഥലവും ഒക്കെ വിറ്റ് കെട്ടുകണക്കിന് നോട്ട് കൊണ്ട് ഫ്രണ്ടിലിട്ടുന്ന എന്റെ ഭാഷയിൽ പറയാം, കൊണ്ടയിട്ടു. എന്തുകൊണ്ടാ യൂദായെ നിനക്കത് പ്രാപിക്കാനോ കാണാനോ അവസരമില്ലാതെ പോയത്? നിന്നെ എന്തുകൊണ്ടാണ് അവിടെ എത്തിക്കാതിരുന്ന? ഒറ്റ കാരണമുള്ളൂ, നീ ദൈവസന്നിധിയിൽ കള്ളനായതുകൊണ്ട് നിന്നെ വേറൊന്ന് ഏൽപ്പിക്കാൻ വകുപ്പില്ലായിരുന്നു. ഇന്ന് അനേക കള്ളന്മാരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ദൈവപ്രവൃത്തി ദൈവം വിശ്വസിച്ച് ആരെയൊന്നും ഏൽപ്പിക്കുന്നില്ല. അല്ലേ? അതല്ലേ വിഷയം. പിന്നെ മറ്റൊരു അഭിഷേകത്തിന് വേണ്ടി അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നൈജീരിയ എന്നുള്ള അഭിഷേകവും തലയിൽ വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന വിളച്ചിലുണ്ട്. അത് കുറച്ച് നിന്റെ കുടുംബം തകർന്നു കഴിയുമ്പോൾ അറിയും. മനസ്സിലാവുന്നു? കുടുംബം തകരുമ്പോ അറിയും. ആമേൻ. പല ഇതുപോലുള്ള പല അഭിഷേകങ്ങളും പലയിടത്തു നിന്നും പ്രാപിച്ചു വന്ന ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷയാന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടുമ്പോൾ ശ്രദ്ധിച്ചോടെ, നീ എവിടെ നിന്ന് പ്രാപിച്ച അഭിഷേകമായിട്ടാണ് നിൽക്കുന്നത്? നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയും തകർക്കേണ്ടതിന് ദൈവനാമം മഹത്വപ്പെടാതെ ദുഷിച്ചോണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ അയക്കുന്ന മറ്റൊരു സംഹാരം നിന്റെ ഭവനത്തിന് മേലെ ഇറങ്ങി വരണ്ട എന്നുണ്ടെങ്കിൽ ദൈവത്തിന് കീഴടങ്ങിക്കും, കർത്താവിന് കീഴടങ്ങിക്കും. ഹല്ലേലൂയ. പലരും കരയുന്നതും കണ്ണുനീരൊഴുക്കുന്നതും ദൈവനാമത്തിന് വേണ്ടിയല്ല. മനസ്സിലാക്കണം. അവരുടെ കാര്യം നടക്കണം, അവരുടെ ആവശ്യങ്ങൾ നടക്കണം. എവിടെ പോയി എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടപ്പോഴത്തേനാണ് കേൾക്കുന്നത്, ഈ അനുഗ്രഹത്തിന്റെ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നിന്റെ ഭൗതികത എല്ലാം അനുഗ്രഹിച്ച് നിന്നെ വളരെ മാനിക്കാൻ ദൈവം പദ്ധതി. ഈ പ്രസംഗിക്കുന്ന വ്യക്തി ഏതോ യൂറോപ്യൻ രാജ്യത്ത് നിന്നിട്ട് ആ വ്യക്തി പറയുകയാണ്, നീ നോക്ക്, ഞാൻ ഈ രാജ്യത്ത് വന്ന് ഇത്രയും കാഴ്ചയിൽ വളരെ സെറ്റപ്പ് ആയിട്ടുള്ള രാജ്യം ഇന്ത്യ അല്ലല്ലോ, വേറെ രാജ്യമാണല്ലോ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുമ്പോ പറയുക, ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയാൻ തക്കവണ്ണമാ ദൈവം ഉപയോഗിച്ച്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു റൂട്ടാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കാനിരിക്കുന്നത്. അപ്പൊ പറയുക, പുള്ളി തന്നെ പറയുകയാണ്, അപ്പോൾ തന്നെ കേരളത്തിൽ ദാരിദ്ര്യത്തിന്റെ സുവിശേഷം പറയുന്നവർ കേരളത്തിലുണ്ടെന്ന്. ദാരിദ്ര്യത്തിന്റെ സുവിശേഷം എന്താ അവൻ പറയുന്നത്? ദാരിദ്ര്യത്തിന്റെ സുവിശേഷം എന്നറിയാവോ? അവൻ പറയുന്നത് എന്തിനാണെന്നറിയാവോ? കർത്താവിനെ അറിഞ്ഞ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ദൈവം പരീക്ഷിക്കുന്നവനാ, ശോധന ചെയ്യുന്നവനാ. അതെല്ലാം അങ്ങനെ തന്നെയല്ലേ? ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചാ നിന്നെ പരീക്ഷിക്കും. അല്ലെങ്കിൽ നിന്നെ പരീക്ഷിക്കുന്നില്ല, നിനക്ക് ശോധനയില്ല, നിനക്ക് കഷ്ടമില്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്തത് നിന്നയായി തീരും. മനസ്സിലായോ? ഇസ്രായേൽ മക്കളെ ഇറക്കിക്കൊണ്ട് വന്നിട്ടേ കുറച്ചു പേരെ എവിടെ കയറിയുള്ളൂ?
വാഗ്ദത്ത നാട് കയറി, ബാക്കി എല്ലാം വഴി കൊണ്ട് തീർന്നു. അങ്ങനെ നീ പറയുന്ന തിയറിയാൽ ശരിയെങ്കിൽ അവരോട് ദൈവം ചെയ്തത് അന്യായമാണ്. അങ്ങനെയാണോ? അല്ലല്ലോ. അപ്പോൾ എവിടെയാ വിഷയം കിടക്കുന്നേ? ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണം, പലവിധ ഉപദേശങ്ങൾ ഇന്ന് കേരളക്കരയെ മലിനമാക്കുന്നതിന്റെ നടുവിലാണെന്ന്. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണോ നീ? ഹല്ലേലൂയ, നീ കൃപയിലേക്ക് മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മളിവിടെ പ്രസംഗിച്ച വിഷയമാണ്, ബാലിന്റെ പ്രവാചകന്മാർക്കും അശേരയുടെ പ്രവാചകന്മാർക്കും രാജകീയ ഭോഷണമാണ്. അവർക്ക് രാജാക്കന്മാരുടെ മേശയിൽ നിന്നാണ് ഭക്ഷണം. രാജാവ് എന്തു തിന്നുവോ അത് ഇവനും കിട്ടും. അവിടുന്ന് ഒരുത്തൻ നമ്മുടെ കേരളത്തിൽ വന്നൊരു സഭ തുടങ്ങിയ അവൻ എന്താ പ്രസംഗിക്കുന്നത്? ഞാൻ പറയാം, മകനെ നീ നിസാരമല്ല, വലിയതിനെ തരാനാ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. എവിടെ? ആള് ബാലിന്റെ ആളാ. മനസ്സിലായോ? സ്നാനപ്പെട്ട് കുടുംബം നേരെയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പോയി മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്ന പല കുടുംബങ്ങൾ ഇതിനോടങ്ങ് നിത്യ നരകത്തിൽ ചെന്ന് കഴിഞ്ഞു. ആരെങ്കിലും അറിയുന്നുണ്ടോ? കർത്താവിനെ അന്വേഷിക്കണം, കർത്താവിന്റെ മുഖം അന്വേഷിക്കണം, അവന്റെ പ്രമാണങ്ങളിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. അതിന് തയ്യാറല്ലേ? ദൈവത്തിനറിയാം എങ്ങനെ നടത്തണമെന്ന്, കർത്താവിനറിയാം എങ്ങനെ നടത്തണമെന്ന്. അപ്പോൾ ദൈവദാസന്മാരെ, നിങ്ങളിൽ ശണ്ടയും കലഹവും ഹല്ലേലൂയ, അത് വേറെ വാക്യമാണ്. എങ്കിൽ ഈ വാക്യം നമ്മളൊന്നും കൂടെ വായിച്ചിട്ട് അങ്ങോട്ട് പോകാം അല്ലേ? വാക്യം ഒന്നുകൂടെ വായിച്ച, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ ഇരിക്കേണ്ടതിന് എന്ന് ഒന്നും കൂടെ വായിച്ചേ. അതിന്റെ ഒരു ഭയങ്കര ഒരു ചേരാതെ ഏതാണ്ടൊക്കെ കിടപ്പുണ്ട്. വായിച്ചേ. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് എന്ന് വെച്ച് അപ്പോൾ നിന്നെ കലക്കുന്നവരാരായിരുന്നാലും അവരോട് സൗമ്യമായി ഇടപെടുവാൻ മാത്രമാണ് ദൈവത്തിന്റെ പ്രമാണം ഇരിക്കുന്നത്. എന്താണത് അങ്ങനെ പറയുന്നതിന് കാരണം? ഹല്ലേലൂയ. എന്തിനാണത് അങ്ങനെ സംസാരിക്കുന്നത്? കാര്യം, ദൈവത്തിന്റെ ദാസന്മാർക്ക് കഷ്ടമുണ്ടാകുന്ന പ്രതിസന്ധികൾ മുമ്പിൽ വരുമ്പോൾ ദൈവദാസൻ അനുഭവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് പോകുന്ന ദൈവമല്ല ഉള്ളത്. ആദ്യം കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവ് ദൈവത്തിന്റെ ദാസന്റെ മുഖത്തെയും ഹൃദയത്തെയും ജീവിതത്തെയും നോക്കും. അവിടെ നീ കലങ്ങിയാൽ ദൈവം ഇടപെടത്തില്ല. അവിടെ നീ വെറും ജഡീകരെ പോലെ പ്രതികരിച്ചാൽ ദൈവം ഇടപെടത്തില്ല. ഇന്ന് പല സഭകളുടെ അകത്തും അതിൽ കാണപ്പെടുന്ന പല നേതാക്കന്മാരും വഴിയിൽ ഇറങ്ങി നിന്ന് അടിയുണ്ടാക്കുകയും തെറി പറയുകയും വൃത്തികേടുകൾ വിളമ്പുകയും ചെയ്യുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? അവരാരും ദൈവത്താലല്ല നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്താൽ ആണെങ്കിൽ ഈ വചനം ഇടപെടും. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അതിൽ ചെല്ലാതെ വണ്ണം ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കും. അല്ലാതെ വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ കലഹം നടത്താനും ചണ്ട കൂടാനും ഭിന്നത കളിക്കാനും നിന്നെ അനുവദിക്കുകയും സ്റ്റേജിൽ കയറുമ്പോൾ ആ സമയത്ത് മാത്രം വരികയും ചെയ്യുന്ന അഭിഷേകം എവിടുന്ന് വന്നതാ? അതെവിടുന്ന് വന്ന? പുൽപ്പിറ്റിലേക്ക് വരുന്നതിന് 10 മീറ്റർ മുമ്പ് നിന്നിലേക്ക് ഒരു കൃപ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ മകനെ, അതൊന്നും തിരുവെഴുത്തിൽ അനുശാസിക്കുന്ന അഭിഷേകമല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കണം, കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചാലും നീ അതിൽ കലങ്ങാതെ വണ്ണം ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് കഷ്ടം സഹിക്കാൻ തയ്യാറാകുമ്പോൾ വിരോധിയായി നിന്നെ ക്ലേശിപ്പിച്ചവന് ബുദ്ധി ഉദിക്കേണ്ടതിന് ദൈവം തന്നെ അവിടെ ഇടപെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിന്നെ കലക്കുന്ന വാക്കുകളുടെ മുമ്പിൽ നീ തളരരുത്, ഭാരപ്പെടരുത്, സ്വന്തം മനം മടുക്കരുത്. കാരണം എന്താ വചനം പറയുന്നേ? നീ ഏത് വിഷയത്തിലാണോ ഈ പാനങ്ങൾ അനുഭവിക്കുന്നത് അതിന്റെ നടുവിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ സ്വതം നിന്നെ ഏത് വിഷയം നിന്നെ കലക്കിയോ ആ വിഷയത്തെ ദൈവം തൊടുവാൻ ശക്തനാണ്. നിന്റെ കയ്യോ കാലോ അതിന് നേരെ ഉയർന്നാലൊന്നും പരിഹാരം ഉണ്ടാകില്ല. ഒരുപക്ഷെ നിനക്കും മുറിവേറ്റുന്നിരിക്കും. പക്ഷെ നീ ദൈവത്തിന്റെ കരമാണ് അതിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ കർത്താവ് ഒന്ന് ചവിട്ടിയാലുണ്ടല്ലോ പിന്നീട് അത് പൊങ്ങുമെന്ന് വിചാരിക്കരുത്.
മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പ്രതികാരം നീ എടുക്കരുത്. പ്രതികാരം നീ എടുത്താൽ എന്തായി തീരും? നീ പ്രതികരിച്ചാൽ എന്ത് ചെയ്യും? നീ പ്രതികാരം ചെയ്യരുത്, ദൈവത്തിന് ഇടം കൊടുക്കണം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ അകത്തെ പ്രത്യേകത ഏതാ? അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം എന്നായിരുന്നു? 110. ഹല്ലേലൂയ, 110 സങ്കീർത്തനം വായിച്ചേ, ഉറങ്ങാതെ വായിച്ചേ. ഒന്നും കിട്ടിയില്ല സങ്കീർത്തനത്തിൽ നിന്ന്, എങ്കിലും സങ്കീർത്തനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്നു. വായിച്ചേ. യഹോവ എന്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കും. കണ്ടോ, ഞാൻ ആ വാക്യം ഇത് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ച ആളും വ്യാഖ്യാനിച്ച ആൾക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ, സ്തോത്രം. 110 സങ്കീർത്തനത്തിന്റെ അത് വായിക്കുന്നത് എന്താണ്? യഹോവ എന്റെ കർത്താവിനോട്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. കണ്ടോ, അപ്പൊ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം ആളെ പറയുന്നതിനെ കുറിച്ച് ഇവിടെ ദാവീദ് പറയുന്നതാണ്, സ്തോത്രം, കർത്താവ് എന്റെ കർത്താവിനോട്. അങ്ങനെയല്ലേ പറയുന്നത്? യഹോവ എന്റെ കർത്താവിനോട്. മനസ്സിലാവുന്നത് അവിടെ? മനസ്സിലായി, ട്രിനിറ്റി ഇവിടെ മനസ്സിലായോ എന്നാന്ന്? ഹല്ലേലൂയ, സ്തോത്രം. പിതാവായ ദൈവം പുത്രനോട് അരുളി ചെയ്യുന്നത് ഇവിടെ ആത്മാവിൽ പ്രവാചകനായിരുന്ന ദാവീദ് കേട്ടു. എന്താണ് കേട്ടത്? നീ എന്റെ വലതുഭാഗത്ത്, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്ക. എന്താ കർത്താവ് വിളിച്ചത്? നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നാം കർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉപദേശത്തിൽ ഇരുന്നാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എല്ലാ ബഹളവും ഒച്ചയും എല്ലാ പ്രശ്നവും കലഹവും വഴവും അടിവടക്കും എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി പ്രാർത്ഥിക്കാന്ന്. നമുക്ക് കൈ പിടിച്ച് പ്രാർത്ഥിക്കാം, വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാം, തലമേ കയറി ഇരുന്ന് പ്രാർത്ഥിക്കാം, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികളുടെ കാര്യം പോക്ക്, അത് പറയാതെ പറ്റത്തില്ല. കാര്യം മിക്കതിനും ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയും രക്ഷപ്പെട്ട ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നാൽ മാത്രം മതി. അവർക്ക് വേറെ ഒന്നും വിഷയമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുകയും ലോകം അവസാനിക്കുകയും ചെയ്താൽ നീ നിന്നെ കൂട്ടിവെച്ചത് ആർക്കാവൂടാ? കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവദാസന്മാരും ദൈവമക്കളും എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നീ കൂട്ടിവെച്ചത് ആർക്കാവും? അപ്പം പറയും എല്ലാരും പോകും, അവൻ ഇവനൊക്കെ പോകുന്ന ഞാൻ പോകും. എന്നാന്നറിയോ? അവരൊക്കെ ഇവിടെ കിടന്ന് പറയുന്ന തെറി ഞാൻ കേട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ശരിയാ, അവരും പോകില്ല. നീ അവൻ പോകുമെന്ന് ആശിച്ച് നീ ഇരിക്കുന്നു, അവൻ പോകില്ലെന്ന് വചനം പറയുന്നു. അവൻ പോയാൽ ഞാനും പോകുന്നു നീ പറയുന്നു, നീയും പോകില്ല അവനും പോകില്ലെന്ന് വചനം പറയുന്നു. അല്ലേ? ഹല്ലേലൂയ. വചനം വായിച്ചേ, ഭാഗം ഒന്ന് വായിച്ചേ. വായിക്കേ. യഹോവ എന്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആമേൻ ആക്കുവോളം. മാനവരാശിയെ വീണ്ടെടുക്കാൻ ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവുണ്ട്, ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. ഇവയെല്ലാം കർത്താവിന്റെ കാൽ കീഴാകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു കാൽവറി മരണത്തോളം പിതാവിന്റെ സന്നിധിയിൽ അനുസരണയുള്ളവനായി തീർന്നു. അനുസരണയുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അനുസരണയുള്ളവനായി തീർന്ന കർത്താവ് കാൽവറിയിൽ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി താൻ കഷ്ടം സഹിച്ച് അനുസരണ തികഞ്ഞു വന്നപ്പോൾ പിതാവായ ദൈവം തനിക്ക് സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി തന്നെ ആദരിക്കുന്ന രംഗം നമ്മൾ കണ്ടു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽനേരം മനസ്സിലാക്കണം, കർത്താവാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതെങ്കിൽ എന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ പ്രതികരിക്കാനല്ല, എന്നെ വിളിച്ചാക്കിയ ദൈവത്തിന് അറിയാം എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നാണ്. ആമേൻ. നീ മൗനമായിട്ടിരിക്കണം. ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി നീ സമർപ്പിച്ചു കൊടുക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില വീട്ടിലെ വിഷയങ്ങൾ എന്നാന്നറിയാവോ? ആളലിയാസത് വീട്ടില് ഭർത്താവും ഭാര്യയും ഉണ്ടെങ്കിൽ അവരൊരു വിഷയം ഉണ്ടായ പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതൽ ഇരുന്ന് കുറ്റം പറച്ചില്ല.
അതിനെ വ്യാഖ്യാനം അങ്ങനെയാ ഇങ്ങനെയാ ഇതെല്ലാം കൂടെ പറഞ്ഞ് തലച്ചോറ് പുഴുക്ക് പോലെ ആയാലും ഇവന്റെ ഒന്നും പ്രാർത്ഥനയുടെ വചനവും വെളിപ്പെടാതെ ഇരുന്നിട്ട് ജീവിതം നശിച്ചു കിടക്കുമ്പോഴും ആശിച്ചുകൊണ്ടിരിക്കുക ദൈവം പ്രവർത്തിക്കുന്നു. മനുഷ്യ, നീ ദൈവത്തിനിടം കൊടുക്ക. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിനിടം കൊടുക്കാൻ അറിയത്തില്ല. നീ സംസാരിക്കാനല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിന്റെ വായോ നിന്റെ പ്രവൃത്തിയോ ഒന്നും കൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭാഗം തിമോഥെയോസ് ലേഖനം ഒന്ന് വായിച്ചേ. കർത്താവിന്റെ ദാസൻ ശങ്കയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവരുമായി അത്രേ ഇരിക്കണം. ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എന്തൊക്കെ കൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ തകർന്നു പോകുന്നതെന്ന് ഓർക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ കലഹം ഉണ്ടാകേണ്ടതെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം, അല്ലേ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 20-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം വേഗം വായിക്ക. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ കോപം, ശ്രദ്ധിക്കണം, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും നട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. കണ്ടോ, ഇവിടെ യാക്കോബ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ, അതായത് എന്താ? മനുഷ്യൻ ഞാൻ ഇവിടെ നിന്ന് 2 എണ്ണം പറഞ്ഞാൽ അവിടെ ദൈവം അത് ഇല്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല. നീ പ്രവർത്തിക്കാനാണെങ്കിൽ ദൈവം അതിൽ ഇടപെടത്തില്ല. നമുക്കത് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. നാം പ്രതികാരം ചെയ്യുകയാണെങ്കിൽ ദൈവം മാറി നിൽക്കും. നമ്മൾ സംസാരിച്ച് ജയിക്കാൻ പോവുകയാണെങ്കിൽ ദൈവം മാറി നിൽക്കും. മനസ്സിലായോ? ദൈവത്തിന് ഇടം കൊടുക്കണം. ഇന്ന് ഈ സഭകളുടെ നേതൃത്വങ്ങളിൽ കാണുന്ന കലഹങ്ങൾ, അടിപിടികൾ, ബഹളങ്ങള്, ചേരിതിരിവുകള്, തെറിപറച്ചിലുകളൊക്കെ കാരണം എന്നാണെന്നറിയാവോ? ഇതാണ് കാരണം. ദൈവത്തിന് ഇടമൊന്നും കൊടുക്കാൻ ഇവര് റെഡിയല്ല. അതിന് കാരണം തന്നെ അവരായി തന്നെ സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പിശാച് ഇവരെ കയ്യിലെടുത്തോണ്ടിരിക്കുക, അനേകരോട് പറയിച്ചോണ്ടിരിക്കുന്ന. എന്നാന്നറിയാവോ? ഇത്രയൊക്കെ ഉള്ളു ഈ മാർഗം, ഈ പദ്ധതി. അതുകൊണ്ട് ഇതിന്റെ അകത്ത് വെറുതെ ഇനി കുത്തിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്ന് പറഞ്ഞ് സാത്താൻ തന്നെ ഇവരുടെ പേര് പറഞ്ഞ് സ്വർഗത്തിൽ അവകാശം എടുത്തു കഴിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് തിരിച്ചറിയുന്നില്ല അനേകര്. ഇവർ ചിന്തിക്കുന്നു ഇതെല്ലാം കാണിച്ചിട്ട് അടുത്ത കൺവെൻഷന്റെ സമയമാവുമ്പോൾ സ്റ്റേജിൽ കയറി കസർത്തിയ കാര്യം നടക്കുന്ന കൃപയുള്ള ഒരുത്തന്റെ മുമ്പിൽ പോലും ഇവന്റെയൊക്കെ വരുന്ന അന്യായ വചനങ്ങൾ അവിടെ വ്യാപരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ചില പ്രായമായ ഭാഷമാരവിടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങൾ അവിടെ നിന്ന് ചിലതിനു വേണ്ടി ശക്തമായി പ്രതികരിക്കും. ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷമായി ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയിട്ട്? ഇതില്ലെങ്കിൽ നിനക്ക് നിന്നെ ദൈവത്തെ സേവിക്കാൻ പറ്റത്തില്ലേ? ഇത് വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോകാൻ എന്നാ മനസ്സില്ലാത്തേ? ഈ പണവും പദവിയും വേണ്ട, എന്റെ ദൈവത്തെ സേവിക്കുന്ന ഇവിടെയല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യമില്ലെന്ന് ഇവനൊന്നും കണ്ടിട്ടില്ലേ? ഇവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യമില്ല എന്നുള്ള വചനം അറിയാത്തവരാണോ ഇവര്? മനസ്സിലാക്കണം, ഇവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യം നമുക്കില്ല. ഇവിടെ വെട്ടിപ്പിടിക്കണ്ട, ഇന്ന് ജീവിക്കാന്നുള്ളത് മതിയെന്ന് വെച്ച് മുന്നോട്ട് പോ, കാര്യങ്ങൾ നടക്കട്ടെ. ഇവിടെ പണത്തിന്റെ പിന്നിലുള്ള ദുർമോഹികളായിട്ട് ജീവിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ആരെങ്കിലും പ്രസംഗിച്ച് അവരോട് ആദ്യം പറയുന്നത് എന്നാണെന്നറിയാവോ? നിനക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും വേണ്ട. കാര്യം രക്ഷയുടെ മഹത്വം അറിഞ്ഞവൻ ഇത് വേണ്ടെന്ന് വെക്കും. മനസ്സിലായോ? ചേറ്റുകുഴി കിടന്നതിൽ, പാപത്തിൽ കിടന്നതിന്റെ നടുവിൽ നിന്ന് ആളുടെ കുടുംബസമേതം ആള് ഇരുട്ടിലേക്ക് പോകാനിരുന്നതിന്റെ നടുവില് വെളിച്ചം കണ്ട് കൃപയിലേക്ക് വന്നവന്റെ മുമ്പിലാണോടാ നിന്റെ ഇച്ചിരി ഇല്ലാത്ത പണം വെച്ച് കളിക്കുന്നേ. ഹല്ലേലൂയ. എത്ര ദാരിദ്ര്യമാണ് കാണുന്നേ. വെള്ളയുടുപ്പ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും വെച്ച് വഴക്കും പറഞ്ഞ് എത്ര കേട്ടാൽ അറയ്ക്കത്തക്ക നിലവാരത്തിലുള്ള കാര്യങ്ങളല്ലേ വരുന്നത്. എന്താണ് കാരണം? കാരണം ഇതാണ്: നിങ്ങൾ തന്നെ നിങ്ങളെല്ലാം പ്രതികാരം ചെയ്യുവാൻ റെഡിയാകും.
നിങ്ങൾ പ്രതികാരം ചെയ്തിട്ട് ദൈവമേ എന്ന് വിളിക്കുകയും അനേകരെ ദൈവത്തെ വിളിക്കാനായിട്ട് നിങ്ങൾ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളില്ലെങ്കിൽ ദൈവസഭ മുന്നോട്ട് പോകത്തില്ലെന്ന് നിങ്ങൾ അവർക്ക് അല്ലെങ്കിൽ പരോക്ഷമായ വിശ്വാസം കൊടുത്തോണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന ഒരുവൻ പണ്ട് ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടിരുന്നു. പാറാൻ പർവ്വതത്തിന് ചുറ്റുമുണ്ടല്ലോ, ചുറ്റിക്കൊണ്ടിരുന്നു. യോദ്ധാക്കളായവരെല്ലാം ചത്തൊടുങ്ങും വരെ ദൈവം ആ തലമുറയ്ക്ക് വഴി തുറന്നില്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം കണ്ടിട്ട് കൈയടിക്കുന്നവനല്ല ദൈവം. ആ തലമുറ മുഴുവൻ ചത്തൊടുങ്ങുന്നത് വരെയോ കർത്താവ് വെയിറ്റ് ചെയ്തു. അപ്പോൾ പുതിയൊരു തലമുറ ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രയാണത്തിൽ ജനിച്ച മക്കൾ പരിച്ഛേദന ഏറ്റു, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചപ്പോൾ യോശുവെ കാലേബിന്റെ നേതൃത്വത്തിൽ അവർ വാഗ്ദത്ത നാട് കയറുവാൻ യുദ്ധം ചെയ്ത് പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർ ചെയ്ത യുദ്ധങ്ങൾ പിന്നീട് ജയിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറാൻ തുടങ്ങി. ഇന്ന് എന്തുകൊണ്ടാണ് ദൈവിക ഉദ്ദേശങ്ങൾ ഈ പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലൊന്നും നടക്കാത്തത്? എന്തേ വചനം വെളിപ്പെടാത്തത്? കാര്യം മനസാക്ഷി ദുഃഖിപ്പിച്ച, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച അനേകർ പുൽപ്പിറ്റിന്റെ ഫ്രണ്ടിൽ വെള്ളയുടുപ്പ് വിട്ട് നിൽപ്പുണ്ട്. ദൈവാത്മാവുള്ളവൻ വിവേചിക്കുമ്പോൾ അറിയാം ഇവൻ ദൈവാത്മാവിനെ വിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇവൻ സ്റ്റേജിന് വേണ്ടി മാത്രം ജീവിക്കുന്നവര് അല്ലേ? കർത്താവ് വിളിച്ച് വേർതിരിച്ചെങ്കിൽ ദൈവം നടത്തും കേട്ടോ. ആളുകൾ എത്ര പേര് എതിർത്തു നിന്നോട്ടെ, വിളിച്ചവൻ ദൈവമാണോ, അവന്റെ അഭിഷേകമാണോ വീണിരിക്കുന്നത്, ദൈവം വഴി തുറക്കും. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനാണ് ഈ അന്ത്യകാലത്തില്. മനസ്സിലാക്കണം. യാക്കോബ് പറയുന്നു, നമ്മളിപ്പോ വായിച്ചു, പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞ ആ വാക്യം എടുക്കണ്ട സ്തോത്രം. ആ ഭാഗം നമ്മൾ വായിക്കുന്ന എന്താണ്? നമ്മൾ വായിച്ച വാക്യം തിമത്തിയോസ് ലേഖനത്തില് ആ വാക്യത്തിന്റെ തൊട്ടടുത്ത വാക്യം നമ്മൾ വായിച്ചത് സ്തോത്രം. അവിടെ വായിക്കുന്ന വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി കണ്ടോ മാനസാന്തരം നൽകണം. നീ പ്രാർത്ഥിക്കുന്ന അവൻ തീർന്നു പോകാൻ. ദൈവത്തിന്റെ പ്ലാൻ എന്നാന്നറിയാം, അവൻ മാനസാന്തരപ്പെടുവാൻ. ഇതാണ് വിഷയം. നിന്നോട് അന്യായം ചെയ്യുന്നവൻ മാനസാന്തരപ്പെടുവാൻ നീ മൗനമായിട്ടിരിക്കാത്തത് എന്താ? ഹല്ലേലൂയ. നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുതെന്ന കർത്താവ് പഠിപ്പിച്ചേ. ഹല്ലേലൂയ. നിന്റെ സഹോദരനെ നേടുവാൻ നിനക്ക് മാതൃകകളൊന്നുമില്ലേ? നിന്റെ കൂട്ടുവേലക്കാരനെ നേടുവാൻ നിനക്ക് മാതൃകകളൊന്നുമില്ലേ? എന്നെങ്കിലും അവനെ ദൈവം സന്ദർശിക്കുക. അതുകൊണ്ട് ഞാനിതിൽ നിന്ന് പിന്മാറുകയാണ്, ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്താ നിൽക്കാത്തത്? എന്റെ ദൈവനാമം ദൂഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്. ഹല്ലേലൂയ. ഇവിടെ ഈ വാക്യവും കൂടെ നോക്കിക്കേ. ഇവിടെ യാക്കോബിന്റെ ലേഖനവും വായിക്കുന്ന അങ്ങനെയല്ലേ? മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്ന. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയോ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അപ്പോൾ മാനസാന്തരപ്പെട്ടാലേ വചനം കൈക്കൊള്ളത്തുള്ളൂ. വചനം കൈക്കൊള്ളാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? മാനസാന്തരം ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഈ കലഹം ഉണ്ടാകുന്നത് അല്ലേ? അതിന്റെ 4-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചോ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ? കണ്ടോ, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്നാ? ശ്രദ്ധിച്ചേ, ഈ ദൈവദാസന്മാർക്ക് ശണ്ഠയും കലഹവും ഉണ്ടെങ്കിൽ എവിടെ നിന്നാ ഇത് വന്നത്? എവിടെ നിന്നാ വന്നത്? യാക്കോബിനോട് ചോദിച്ച യാക്കോബ് പറയുന്നത് എന്താണെന്നറിയാവോ? എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ഛകളിൽ നിന്നല്ലയോ? പണം വന്നാലുണ്ടല്ലോ കാര്യങ്ങളെല്ലാം നടന്നോളും. നമ്മൾ പിന്നെ ഒന്നും അറിയട്ടെ, പുറകെ ഇങ്ങനെ ഇല കാണിച്ചോണ്ടിരുന്നാ മതി ആടുകളുടെ മുമ്പിൽ അല്ലേ? പറയുന്നവർ എത്ര വർഷമായി ഇതിൻ്റെ അകത്ത് വിളച്ചിൽ കാണിക്കുന്നറിയാവോ? പണ്ടൊരു അപ്പച്ചനുണ്ടായിരുന്നു, ഏലി, 2 മക്കളുണ്ടായിരുന്നു അല്ലേ? ഹല്ലേലൂയ. 2 പുരോഹിത ശുശ്രൂഷ തന്നെയായിരുന്നു.
ഈ കാർന്നോർ ഒരു കാര്യത്തിലും ഈ മക്കളെ നിയന്ത്രിച്ചിരുന്നില്ല. മക്കളെ എന്താ കെട്ടഴിച്ച് പഠിപ്പിച്ചു. എങ്ങനെ പോയാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, മോനെ കർത്താവ് അങ്ങനെയൊന്നും കൈവിടുന്ന ദൈവമല്ലെന്നുള്ള ടീച്ചിങ്ങുമായിട്ട് ഈ കാർന്നോരും ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് സ്വർഗത്തിലെ ദൈവം സ്തോത്രം ഹല്ലേലൂയ ശമൂവേലിനെ വിളിച്ചു വേർതിരിക്കുന്നത്. മറ്റൊരു ചരിത്രത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ കൊന്നുകളയണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ജാതിയെ സ്തോത്രം ശൗല് സൂക്ഷിച്ച് അവരെ ജീവനോടെ നിർത്തിയപ്പോൾ ശമൂവേൽ അവിടെ കടന്നു ചെന്ന് അവരെയും കൊന്നു. സ്തോത്രം ഇവൻ ദൈവകൃപയിൽ നിന്ന് വീണുപോയെന്ന് മനസ്സിലായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശമൂവേലിനോട് പറഞ്ഞു, നീ സ്തോത്രം വേഗം ഒരുങ്ങുക, ഇന്നയിടത്ത് ആരും അറിയാത്ത ഒരുവൻ ഇരിപ്പുണ്ട്, അവനാണ് സ്തോത്രം ഇസ്രായേലിന്റെ രാജാവായി നിയമിക്കപ്പെട്ടവൻ. അങ്ങനെ ദാവീദ് പുറത്തു വന്നു. അവന്റെ വീട്ടിൽ കൂടെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് പോലും അവനെ രാജാവായിട്ടോ ദൈവപ്രവർത്തിയായിട്ടും കണ്ടില്ല. ആ അപ്പന്റെ ആടുകളുടെ പേര് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ കൂടെ ഇവനെ ദുഃഖിപ്പിക്കുകയായിരുന്നു. ഇതാണ് വിളിക്കപ്പെട്ടവന്റെ അനുഭവം എന്ന് മനസ്സിലാക്കണം. എന്നാൽ മനസ്സിലാക്കണം, കർത്താവ് പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. ആമേൻ. അങ്ങനെ ഇരിക്കെ ശൗലും അവന്റെ മകൻ യോനാഥാനും ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു പോയി. മനസ്സിലാക്കണം, ഒരു സ്തോത്രം ദൈവം തെരഞ്ഞെടുത്തവൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നിയോഗമില്ലാത്തവൻ ഭൂമിയിൽ നിന്ന് പോകേണ്ടത് പോയി. കൽപ്പനയാണ്. നമ്മൾ അങ്ങനെയൊന്നും നെഗറ്റീവ് പറയുന്നത് വായിക്കട്ടെ, പുസ്തകം നീ കളഞ്ഞേര്, നീ പുസ്തകം വായിക്കണ പോ, അല്ലേ? ഹല്ലേലൂയ. ദൈവവചനമാണെങ്കിൽ അത് സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നോക്കുമ്പോൾ അവിടെ ഒരുത്തിയുണ്ട് പ്രവാചകൻ നടിച്ച് അവിടെ എന്ത് ചെയ്യുന്നു? തന്റെ ദാസന്മാരുമായിട്ട് ദുർനടപ്പ് ആചരിച്ചോണ്ടിരിക്കുക. കർത്താവ് നോക്കി, ഇവൾ മാനസാന്തരപ്പെടുന്നുണ്ടോ? ഇവളുടെ കൂടെ വ്യഭിചരിക്കുന്നവന്മാര് മാനസാന്തരപ്പെടും. രണ്ടും നടക്കുന്നില്ല. കർത്താവ് എന്ത് ചെയ്യുന്ന മക്കളെ അടിച്ചങ്ങ് കളഞ്ഞ്. കാരണവന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന മക്കളായിരിക്കും ഓർത്തോ. മനസ്സിലാവുന്നുണ്ടോ? എന്റെ കുടുംബത്തിൽ ഈ അനർത്ഥം വന്നു, എന്റെ കുടുംബത്തിൽ എന്റെ വീട്ടിൽ ഈ പ്രശ്നം കയറി വന്നു. ചിന്തിക്കണം. എവിടെയാണ് അന്യായം കിടക്കുന്നത് ചിന്തിക്കണം. എവിടെയാ വ്യാജം പ്രവർത്തിച്ചതെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്ക് ആ ഭാഗം അവിടെ വെച്ച് നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന് വായിച്ചേ? വെളിപ്പാട് ദിവസം ഞാൻ എടുത്തോളാം. യാക്കോബിന്റെ ലേഖനം 4:1 വായിച്ചേ. വായിക്കേ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? മനസ്സിലാക്കണം, അവരുടെ ശരീരത്തിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അടുത്തത് ശ്രദ്ധിക്കണേ, നിങ്ങൾ മോഹിച്ചിട്ടും ഈ പ്രാപിക്കാത്തവരാ ശണ്ഠ ഉണ്ടാക്കുന്നേ, അല്ലേ? ചിലത് കണ്ടിട്ട് ചിലത് കിട്ടുമെന്ന് അവിടെ ചിലത് പ്രതീക്ഷകൾ അവിടെ ചിലതുണ്ട്, പണമായിട്ടും അധികാരമായിട്ടൊക്കെ ഉണ്ട്. അതെനിക്ക് കിട്ടണം, അതെനിക്ക് വേണം, അതെന്റെ കൂടെ ഇങ്ങ് പോരണം. ഇല്ല, അതിനെ ഓർത്തിട്ട് സ്വസ്ഥതയില്ല, ഉറക്കം കിട്ടാത്തവരുണ്ട്. ചിലർ ഈ അധികാരമോഹികളുണ്ട് കേട്ടോ, അവർക്ക് ഉറക്കം നഷ്ടപ്പെടും, ഒരു സ്വസ്ഥതയും കാണത്തില്ല. ആ കാര്യം അവർക്ക് ഒന്നുമില്ല, ആ സീറ്റിലിരുന്ന് അവർക്ക് ഉറക്കം വരത്തില്ല. നീ ദൈവദാസനാണോ? നീ ദൈവവിതനാണോ? ആളുകൾ ഈ സ്ഥാനം വല്ലോ കണ്ടിട്ടാണോ നിന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ചത്? എനിക്ക് ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസിൽ ജനിച്ച പുതിയ തലമുറയുടെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നവന്റെ കാര്യം എനിക്കറിയത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ജനിച്ച് ഒരു പണ്ടൊരു ദിവസം പറഞ്ഞു, അതാണെങ്കിൽ ആറ്റിക്കൂടെ പോകുന്ന ചക്ക പോലെയുള്ളൂന്ന്. ആറ്റിന്റെ ചക്ക പോകുന്ന എങ്ങനെയാ? വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി 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 ഇങ്ങനെ ഇന്നത്തെ ജനിച്ചതല്ല, ആ ടൈപ്പേ ഉള്ളൂ. ആറ്റിക്കൂടെ പോകുന്ന ചക്ക പോലെ പറയണങ്ങള്. പക്ഷെ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. മറന്നു പോകരുത്. ശ്രദ്ധിക്കണം, നിങ്ങളിൽ ഇരിക്കുന്ന ഈ പോരാട്ടം, ഈ ശണ്ഠ ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാ? നീ എന്താ കൂട്ടുവേലക്കാരന് നേരെ ദോഷം പറയുന്നേ, അവന് നേരെ അപമാനം സംസാരിക്കുന്നത്? അപ്പൊ പറയും അവൻ കാരണോ ഞാൻ പറഞ്ഞു. അവനോട് ചോദിച്ചപ്പോ ഇവൻ കാരണം അവൻ പറഞ്ഞു. ഇത് രണ്ടും നിർത്താത്ത എന്താ? ശരി, രണ്ട് കൈ കൊണ്ട് അടിക്കുമ്പോഴല്ലേ ഒച്ചയുള്ളൂ. നീ അടിക്കുന്നില്ലെന്ന് വെക്കാത്ത എന്നാ? നിന്റെ സഹോദരൻ നിമിത്തം നീ നഷ്ടമേൽക്കാത്ത എന്താ?
നിന്റെ സഹോദരൻ നിമിത്തം നീ നഷ്ടമേൽക്കാത്തത് എന്താ? ശരി, അവൻ കൊണ്ടുപോയിക്കോട്ടെ, അവൻ എടുത്തോട്ടെ, ഞാൻ കർത്താവിന്റെ നാമം നിമിത്തം ഞാൻ ഉപേക്ഷിക്കാം, കർത്താവിന്റെ വേല മാത്രം മതി, ദൈവരായിട്ട് പോയാൽ മതി. ഇത് എന്തേ നീ പറയാത്തത്? നീ ഏത് നിത്യത പ്രസംഗിക്കാനാ സ്റ്റേജിൽ കയറുന്നേ? ഏത് നിത്യത പ്രസംഗിക്കാനാ സ്റ്റേജിൽ കയറുന്നേ? ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ വാതിൽ അടയ്ക്കാൻ മറ്റ് ശക്തികൾ പുറമേന്ന് പ്രവർത്തിക്കുമ്പോൾ അകത്ത് രക്ഷാനുഭവം ഇല്ലാത്തവരും ഇതിന്റെ അകത്ത് ജനിച്ചിട്ട് രക്ഷാനുഭവം ഇല്ലാതെ ഈ വിധത്തിൽ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനൊക്കെ നാമത്തെ ദൂഷിപ്പിക്കുമ്പോ ചിന്തിച്ചോളം കേട്ടോ, നിന്റെയൊക്കെ തലമുറ ദൈവം എടുത്തു കളയും. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിച്ചേ. വായിച്ചോ. എവിടെയെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഗവൺമെന്റുകൾ രജിസ്ട്രേഷൻ ഉണ്ടാക്കി ട്രസ്റ്റ് അല്ലെ സൊസൈറ്റി ആയിട്ട് അത് രൂപീകരിച്ച് കുറെ സഭകൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളില് ചെയർമാനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ജനറൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന നീ ദൈവമാണെന്നൊന്നും പറയരുത്. നീ വെറും മനുഷ്യനാ, വെറും മനുഷ്യൻ. നീ മൂക്കിലെ ശ്വാസം തിരിച്ചെടുത്തില്ലെങ്കിൽ നീ കാണിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ എവിടെ ചെന്ന് കാണാം. നിന്റെ പ്രാണനെന്ന് വിട്ടാൽ നീ കലഹം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പോകുന്നതിന്റെ നടുവില പരിഹരിക്കാതെ സഹോദരനോട് ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കാതെ ഇന്ന് നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട നിന്റെ നിത്യ നരകത്തിലല്ലേ? അല്ലേ? നീ പോകുന്ന വണ്ടിയോ കിടക്കുന്ന വീടോ നീ പറയുന്ന ഇംഗ്ലീഷൊന്നും ദൈവത്തിന് അറിയണ്ട. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നീ അനുഭവിക്കും. വായിച്ചോ. ആ, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം കാണുമ്പോഴേ ഈ 7 സഭകൾക്കുള്ള ദൂത് കൊടുക്കുമ്പോ നമ്മൾ നോക്കുന്നത് പോലെയോ നമ്മൾ കണ്ട വിഷയമോ അല്ല സഭയെക്കുറിച്ച് ദൈവം കാണുന്നത്. നമ്മുടെ കർത്താവ് ഇതിനെക്കുറിച്ച് കാണുന്നത് നമ്മൾ കാണുന്നതല്ല കാണുന്നത്. നമ്മൾ കാണുന്നത് എവിടെയെങ്കിലും ചെന്ന്, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ശവസംസ്കാര ശുശ്രൂഷ ചെല്ലുമ്പോ മഹാകുടിയനും ഭാര്യയെ ഇടിക്കുകയും മക്കളെ തെറി പറയും നേരെ വളർത്താത്ത അപ്പനാണ് ചാകുന്നെങ്കിൽ ചെന്ന് നിൽക്കുമ്പോ പാസ്റ്റർമാർ പറയും ഇത്ര നല്ല അച്ചായനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അയ്യോ, മഹാദുഷ്ടനായിരിക്കും, പാസ്റ്റർമാരെ തെറി പറയുന്നവനായിരിക്കും. പിന്നെ സ്തോത്ര കാഴ്ചയെ വിചാരിച്ച് നല്ല 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തിനാ അവസാനം കൊണ്ടുപോകാൻ നേരത്തിരുന്ന് കരയുന്നേ? ഈ സാധനമൊക്കെ ചത്തതിന് ഒരായുസ് മുഴുവനും ഭർത്താവിന്റെ ഇടിയും തൊഴിയും കൊണ്ട് ജീവിക്കുക. ചാകാൻ നേരത്ത് കരഞ്ഞതാ. പോയല്ലോ എന്ന് ഓർത്താണോ കരഞ്ഞത്? പോകാത്ത ഓർത്താണോ കരഞ്ഞത്? വേഗം കൊണ്ടുപോകുന്നു പറഞ്ഞാണോ കരയുന്നത്? അറിയത്തില്ല. വേഗം കൊണ്ടുപോകുന്നു പറഞ്ഞായിരിക്കും കരയുന്നത് അല്ലേ? വേഗം കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ലതാ. കാരണം എന്നാന്നറിയാമോ? ദൈവമക്കളുടെ ഇടയിൽ ഇതൊക്കെ കാണുമ്പോ പലതും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പല അകൃത്യങ്ങളും പരസ്യമായിട്ട് സഭയുടെ നടുവിൽ ചെയ്ത പരസ്യമായിട്ട് അത് പറയുകയും ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? പരസ്യമായിട്ട് പറയാം, പരസ്യമായിട്ട് പേരെടുത്ത് പറയാം. IPCയിലെ പാസ്റ്റർമാരോടായി പറയുന്നേ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോളാം. ഇതിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് വിളച്ചില് കാണിച്ച ഇത് വെളിപ്പെടുത്തി പറയുന്നവരുണ്ട്. നിങ്ങളുടെ തിട്ടൂരങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നവരെല്ലാവരും മനസ്സിലാക്കിക്കോണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരും കർത്താവിനെ കണ്ട് അവന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അനേക ദൈവമക്കളും ദൈവദാസന്മാരും ഉണ്ട്. അവരെയൊക്കെ നിന്റെ വിളച്ചില് കാണിച്ചോണ്ട് ഒതുക്കാന്ന് വിചാരിക്കുന്നത്. വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ ശുശ്രൂഷ, നിന്റെ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും. നമ്മൾ എഫെസോസ് സഭയെ കുറിച്ച് വായിക്കുമ്പോൾ അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന എന്നാണെന്നറിയാവോ? എന്താ? സ്തോത്രം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോ ആരംഭത്തിലെ വിശ്വാസവും സ്നേഹവും സഹിഷ്ണുതയും അവസാനം എഫെസോസ് സഭയിലില്ല. എന്നാൽ തുയലയുടെ സഭയ്ക്കകത്ത് കാണുമ്പോൾ ആദ്യം ഉണ്ട് വിശ്വാസവും സഹിഷ്ണുതയും എരിവും അവസാനവും ഉണ്ട്.
കേട്ടേ, അത് അവസാനമുണ്ട്. അതാണ് കാണുന്നത്. അപ്പോ ഒരു സഭയിലെ കുറവ് മറ്റൊരു സഭയിൽ ചെല്ലുമ്പോൾ അത് അവിടെ ആ കുറവ് ഇല്ലാത്തതായിട്ട് കാണുന്നു. എന്നാൽ മറ്റൊരു സഭയിലെ പ്രശ്നം ഇവിടെ വരുമ്പോൾ ഇവിടെ കാണാതാണ്. അപ്പൊ ഈ സഭയില് പ്രശ്നമില്ലെങ്കിൽ ഇവിടെ പ്രശ്നമുള്ള ചില വിഷയങ്ങളുണ്ട്. അതുപോലെ മറ്റൊരു സഭയിൽ ചെല്ലുമ്പോൾ നമ്മുടെ സഭയെ പ്രശ്നം അവിടെ പ്രശ്നം കാണത്തില്ല, അവിടെ വേറൊരു പ്രശ്നമായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കളിപ്പിച്ചാലും പാസ്റ്റർമാരെ നിങ്ങള് പരസ്യമായിട്ട് ഈ വിളച്ചിൽ കാണിക്കുമ്പോൾ, ഈ മലിനത കാണിക്കുമ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്നവനല്ല ദൈവവും നമ്മൾ മനസ്സിലാക്കിക്കോ. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ ഓർക്കുന്നുണ്ട്, ബൈബിൾ കോളേജിലാ പുള്ളി, ഈ സംഘടന IPCയിൽ ഒരു പാസ്റ്റർ. ആ മനുഷ്യൻ പറഞ്ഞവർക്കുന്ന ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, പുള്ളി പറഞ്ഞ എന്നാ കലഹവും ബഹളവും അടിയുവാ അവിടെ കിടന്ന് കുമ്പനാട് കിടന്ന് കാണിക്കുന്നേ. ഇതേ പറയുന്നതിന് കാരണമേ പരസ്യമായിട്ടാ ചാനലിന്റെ അകത്തുണ്ട്, അതുകൊണ്ട് പരസ്യമായിട്ട് പറയുക, എന്നാ ഉണ്ടായാലും കുഴപ്പമില്ല. സ്തോത്രം. അപ്പോൾ ഇവര് പറഞ്ഞൊരു കാര്യം, അങ്ങ് കുമ്പനാട് കിടന്നു എന്നാ ബഹളവും അടിവഴക്കോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉപവാസ പ്രാർത്ഥനയോ സ്തോത്രം ഹാളലിയോ കൺവെൻഷനോ അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും ഇവര് നിന്നങ്ങ് കസറുകല്ലേ, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ പാസ്റ്ററിനോട് പറയാ, ഈ പഠിപ്പിക്കുന്ന അധ്യാപകനോട് പറയാ, ഇതെങ്ങനെ ഇത് സംഭവിക്കുന്നതെന്ന്. അപ്പൊ അതിന് അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത കാര്യം അറിയാം, തലേദിവസം കണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് രാത്രി പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, കർത്താവേ ക്ഷമിക്കണേ, കർത്താവേ ക്ഷമിക്കണേ. കൊള്ളാം അല്ലേ? കർത്താവേ ക്ഷമിക്കണേ. പ്രത്യേകിച്ച് ഞാൻ പറയാം ഇവിടെ പ്രാർത്ഥിക്കുന്നു, കട്ടിന്റെ സൈഡിലായിട്ട് മുട്ട എന്ന ദിവസം കരഞ്ഞെന്ന്. എടാ നീ ആ ഗ്രൗണ്ടിൽ കിടന്ന് പറഞ്ഞ് തെറിയോ? അതെല്ലാരും കാണിക്കില്ല. പിന്നെ രഹസ്യം പറഞ്ഞ പരസ്യമോ അല്ല, അങ്ങനെയല്ല അയച്ചോ, പരസ്യമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ചെയ്ത് രഹസ്യമായിട്ട് കരയുന്നവനാ ഭക്തൻ. നീ വിളച്ചില് കള്ളത്തരം കൊണ്ട് ലൂസിഫർ നിന്റെ വല്യപ്പനായിട്ട് വരും ചിലപ്പോ. മനസ്സിലാവുന്നുണ്ടോ? ലൂസിഫർ നിന്റെ വല്യപ്പനായിട്ട് വരും ചിലപ്പം. പക്ഷെ അന്വേഷിച്ച് നോക്ക്, വായിച്ചേ. ശ്രദ്ധിക്കണേ, ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ്, ഞാൻ പ്രസ്ഥാനത്തിന്റെ ജനറൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുക അല്ലേ? ഇവിടെ ഈ പ്രസ്ഥാനം, അതായത് തുയതൈരയിലെ സഭയുടെ പ്രശ്നം എന്നാണെന്നറിയോ? തുയതൈരയിലെ സഭ നയിക്കുന്നത് ഒരു പ്രവാചകിയാണ്. അത് നമ്മളെല്ലാം എതിരാണല്ലോ, ഞാനും എതിരാ, ശരി തന്നെയാണ്. ഈ തുയതൈരയിലെ സഭ പ്രവാചക നടത്തട്ടെ, കുമ്മനാട്ട സഭ നടത്തുന്നത് ആരൊക്കെയാ? അപ്പൊ എവിടെ ദുർനടപ്പുണ്ട്? ഇവിടെ അടിപിടിയാ, ശണ്ടയാ, കലഹവാ. എന്നാ കാരണം? എനിക്ക് പണം വേണം. ഈ സ്തോത്ര കാഴ്ച കിട്ടുന്ന ലക്ഷക്കണക്ക് വരുന്ന പണം കിട്ടിയ സുഖമല്ലേ? ഇവരുടെ ലക്ഷറി ഭയങ്കരമാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സ്തോത്രം പോയ ഇതേ സംഘടനയുടെ IPCയുടെ കീഴിലുള്ള ചില സഭകള് പോയി കണ്ടപ്പോ എനിക്ക് പരിതാപം തോന്നിപ്പോയി. ദൈവമേ, അവിടെ ഒരു സഭയുണ്ടെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. ഞാൻ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ചെന്നപ്പോ ഞാനൊന്നും കാണുന്നില്ല. അവിടെ പഴയ 2-3 കെട്ടിടം കിടക്കുന്നു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും അവർ ഇതാ കെട്ടിടം. ദൈവമേ, ഇത് ഇവിടെ മനുഷ്യൻ കിടക്കുന്നുണ്ടോ? അവിടെ മനുഷ്യൻ കിടക്കുന്നില്ല. ചോദിച്ചപ്പോ പറയാ അവിടെ ആരാധന നടക്കുന്നേ, അവിടെ പാസ്റ്റർ ഇല്ല. ഞാൻ പറയട്ടെ, ഇത് വർഷം 2025, ഇനി 26 പോകുന്നത്. ആ പാസ്റ്റർമാരുടെ ആ വീടും സാഹചര്യവും സെറ്റപ്പും IPCയുടെ കീഴിലുള്ള കാര്യം പറഞ്ഞ ഏതാണ്ട് 1950-കളോ 40-കളിലൊക്കെ ഉള്ള നമ്മുടെ അതായത് പുരാതന കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ചെറ്റക്കുടില് പോലെയാണ് ചില സഭകൾ ഇരിക്കുന്നത്. എവിടെയാ ഉത്തരവാദിത്വം? നീ മോളിൽ കയറിയിരിക്കുന്ന മിടുക്കന്മാര് കേൾക്കാൻ ഒരു കാര്യം പറയാം, ദൈവം നിന്നെയൊക്കെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ നിന്നെ പിടിച്ചില്ലെങ്കിലും അളലിയ പ്രതിഫലം വീരിക്കുന്ന ഒരു നാളില് അന്ന് ഇതിന്റെ എല്ലാം റിപ്പോർട്ട് വായിക്കുമ്പോൾ അറിയാം നീ എന്താണ് പ്രാപിച്ചോണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ആ പാസ്റ്റർക്ക് ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കൾ തീർച്ചയായിട്ടും കാണും. ആ മക്കൾ എങ്ങനെയാ ജീവിക്കുന്നേ? അവരുടെ കുടുംബം എങ്ങനെയാ ജീവിക്കുന്നത്? ഞാൻ ഒരു ചർച്ച എനിക്ക് വളരെ വേദനയാവുന്നു ഇപ്പൊ കേട്ടോ. ഞാനും സ്വന്തം നമ്മളൊരുമാതിരി ഓടുന്ന ഒരു വണ്ടിയില്ല നമ്മളതിൽ ചെന്നേ. ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പഴയ മാരുതി 800-ന്റെ ഒരു കാറ് ഞാൻ നോക്കിയപ്പോ അതിന്റെ മുകളിൽ ഒരു ടാർപ്പാലും വലിച്ചു കെട്ടിയിട്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ 4 കല്ലോ വലിച്ചു കെട്ടി അതിന്റെ ആ വണ്ടി മുഴുവൻ മൂടിയിട്ടിരിക്കുന്നു. അപ്പൊ ആരാണ്ട് പറഞ്ഞു അത് ആ പാസ്റ്ററുടെ കാറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിന്റെ റിമ്മൊക്കെ ആണെങ്കിൽ റിമ്മ് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്, ടയറിൽ പകുതി കാറ്റില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ വണ്ടി പഴയ വണ്ടി, ആ വണ്ടി അങ്ങനെ അത് സൂക്ഷിച്ചിട്ടും ആ വണ്ടി അങ്ങനെ ഇട്ടിരിക്കുകയാണ്.
അപ്പൊ പാസ്റ്റർ ഇപ്പൊ പോകുന്നു, അത് ഏതൊരു ബൈക്കിലാണ് പോയി വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ മനുഷ്യനൊരു ആഗ്രഹം കാണില്ല ഒരു നല്ല വണ്ടി പോകാൻ? ആ വണ്ടിക്ക് ആ വ്യക്തി ദൈവത്തെ സേവിച്ചിട്ട് കുടുംബമായിട്ട് മാന്യമായിട്ട് പോകാൻ ഈ നേതൃത്വം എന്താ കാണാത്തെ? നിന്റെ മക്കൾ എങ്ങനെയാ പോകുന്നേ? നീ ഏത് വണ്ടിയിലാ നടക്കുന്നേ? നീ എത്ര കോടിയുടെ വീട്ടിലാ കിടക്കുന്നേ? കർത്താവ് പിടിക്കുന്നൊരു നാളുണ്ട്. കർത്താവ് ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നേ. വായിച്ചത് എന്റെ ദാസന്മാരെ, കർത്താവിന്റെ ദാസന്മാരെ കണ്ടോ? നീ മനസ്സിലാക്കണം, നീ ആരോടാ ഉപദേശിക്കുന്നേ? കൃപയിൽ നിന്ന് വീണവൻ ആ നേരത്തെ രാവിലെ എഴുന്നേറ്റ് പുൽപ്പിറ്റ കയറി പ്രസംഗിച്ച അതൊക്കെ ദൈവിക ദൂതുകളാന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. നീ കേൾപ്പിച്ചിരിക്കുന്നത് എന്റെ ദാസന്മാരെ ആണെങ്കിൽ എന്നിൽ നിന്ന് എന്റെ ദാസന്മാരെ അകറ്റാൻ നീ എടുക്കുന്ന എല്ലാ നിമിത്തം എന്ത് സംഭവിക്കുന്നു കണ്ടോ? ആ വായിച്ചോ. തെറ്റിച്ചു കളയുകയും, ശ്രദ്ധിക്കട്ടെ, തെറ്റിച്ചു കളയുന്നുണ്ടെന്നേ. ഒത്തിരി പേര് മടുത്തു. ഇന്നലെ ഞാൻ കേട്ടൊരു കാര്യം, ഏതോ 2 പാസ്റ്റർമാർ അവിടെ ആ കുമ്പനാട് ഗ്രൗണ്ടിൽ അവിടെ എങ്ങാണ്ട് 2 പേര് മരിച്ചെന്നുള്ള കാര്യം ഇന്നലെ ഒരു വ്യക്തി പറയാനിടയായി തീർന്നു. ഇതൊക്കെ സത്യമാണ്. എന്ത് ഖേദകരമാ, പുറത്താരും അറിഞ്ഞിട്ടില്ലെന്ന്. സൂയിസൈഡ് ചെയ്യുന്ന കേട്ടെ. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ട ദൈവദാസന്മാര് അവിടെ തൂങ്ങി മരിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആരാ അതിന് ഉത്തരവാദി? അവിടെ എന്തിനാ ഒരു കൺവെൻഷൻ നടത്തുന്നേ? എന്തിനാ? വായിച്ചേ. ഇസബേൽ എന്ന ഒരു സ്ത്രീ, മനസ്സിലാക്കണം, ഒരു വ്യക്തിക്ക് ഒരു വലിയ സമൂഹത്തെ അടക്കി വാഴാൻ പറ്റും. സഭയ്ക്കകത്ത് പറ്റും. അത് പറ്റും. പണം കൊണ്ടോ പദവി കൊണ്ടോ സ്തോത്രം അതിന് സ്വാധീനമില്ലാത്ത ദൈവദാസന്മാരെ അനേകർ കയ്യിലെടുക്കും. എന്താണെന്നറിയാവോ? ശ്രദ്ധിക്കണേ. ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ വചനം പറഞ്ഞും ഉപദേശം പറഞ്ഞും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറ്റാനുള്ള കുബുദ്ധിയുള്ളവരാണ് നേതൃത്വം. കുബുദ്ധി അല്ലേ? ആവശ്യം പറഞ്ഞു വരുന്നവന്റെ ആവശ്യം കേൾക്കത്തില്ല. അവൻ വന്ന ആവശ്യവും കളഞ്ഞിട്ട് എങ്ങനെയാലും ജീവിച്ചാമെന്ന് പറഞ്ഞ് പ്രായിക്കൊണ്ട് തിരിച്ചു പോകുന്നവര്. അവരാര് നിമിത്തമാണ് ഇതൊക്കെ സഹിക്കുന്നതെന്നറിയാവോ? കർത്താവ് നിമിത്തമാണ്. ആര് നിമിത്തം ഇതൊക്കെ വേണ്ടെന്ന് പറയേണ്ടി വരുന്നത്? കർത്താവ് നിമിത്തമാണ്. ആ പലതും ത്യജിച്ച് സ്വന്തം വീട്ടിലായിരിക്കുന്ന പല ദൈവദാസന്മാരും വീട്ടിൽ ഒരു നേരം ഭക്ഷണത്തിന് പോലും ഇല്ലാതിരിക്കുക. ഒരുപക്ഷെ ആ ദൈവദാസന് വചനം മാത്രം ശുശ്രൂഷിച്ചാൽ പരിചയമുള്ളാവുള്ളൂ. ഈ രാഷ്ട്രീയം കളിക്കാനും പുറകെ നടക്കാനും ഇംഗ്ലാബ് വിളിക്കാനും അവനെ പരിശുദ്ധാത്മാവ് സമ്മതിക്കാത്തത് കൊണ്ട് കഷ്ടത്തിന്റെ നടുവില് കർത്താവിന്റെ സാക്ഷിയായിട്ട് കാഴ്ചപ്പുറത്ത് ഒന്നുമില്ലാത്തവനായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴും നീ അവനെ വിധിക്കുന്നത് എന്തൊക്കെ വെച്ചാ അല്ലേ? ഇതല്ലേ ഇന്നിപ്പോ നമ്മുടെ വിശ്വാസകോളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇതാ. ഇത് കാണാതെ എങ്ങോട്ടാ പോകുന്നേ? ഇതിന് പരിഹാരം വരാതെ എങ്ങോട്ടാ പോകുന്നത്? ഹല്ലേലൂയ. അനേക ദൈവദാസന്മാരെ നോക്കുമ്പോ അവരുടെ ആരംഭ ദിശയിൽ നിന്ന് അവരുടെ ശുശ്രൂഷയും പിന്നെ നമ്മൾ പല കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോ കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറയുന്ന ഒന്നുമില്ല. വചനം പറയാൻ നേരത്ത് ഒന്നുമില്ല. ഒരു പ്രകാരം ഒരുമാതിരിയാ പ്രസംഗമൊക്കെ. കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഒരു വാക്ക് വായത് വീണ പേടിയാ. ആരെ പ്രതി പേടിക്കുന്നു? മക്കളെ പ്രതി, ഭാര്യയെ പ്രതി, കുടുംബത്തെ പ്രതി, എടുത്തു വെച്ചിരിക്കുന്ന ലോണുകളെ പ്രതി മൗനമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഉറപ്പുണ്ടോ? ചങ്കത്തെ തിരുവഴുത്തെടുത്ത് മനസ്സോട് ചേർത്ത് വെച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഉറപ്പോടെ പറയാൻ സാധിക്കുമോ ദൈവവേല ശരിക്കും ചെയ്തു എന്ന്? ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. എത്ര പേരുണ്ട് സഭയിൽ? ഒരാള് പോയാൽ അല്ലേ, അതിന് കണക്ക് ബോധിപ്പിക്കണം. ആർക്കാ? ദൈവത്തോടല്ല കണക്ക് ബോധിപ്പിക്കണം. പിന്നെ ആരോടാ? പ്രസ്ഥാനത്തിന് നേതൃത്വം സെൻട്രൽ പാസ്റ്റർമാരുണ്ടെങ്കിൽ, ഡിസ്ട്രിക്ട് പാസ്റ്റർമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീജിയണൽ ആയിട്ട് നിൽക്കുന്ന അതോറിറ്റീസ് ഉണ്ട്, അവരോട് പറയണം എന്താ ഒരാള് പോയെന്ന്. കർത്താവിനറിയാം എന്തുകൊണ്ടാ പോയെന്ന്. അത് അവനും ദൈവമായിട്ട് അറിയും. പൊതുവെ പറയാ ദൈവാസന ഇന്ന കാര്യം കൊണ്ടാന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ പറയണ്ട. ആള് പോയതിന് മറുപടി കൊടുത്താൽ മതി. അപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ആത്മീകനാകുന്ന ഒരു ശുശ്രൂഷകന്റെ മീതെ കർത്തൃത്വം നടത്തുന്നവൻ അനാത്മീകനായിട്ട് സംസാരിക്കുകയാണ്. ആത്മീക വിഷയമായിട്ട് സ്വീകരിക്കാൻ മനസ്സില്ലാത്ത നേതൃത്വമാണ് സഭയ്ക്കകത്ത് ഇരിക്കുന്നതെങ്കിൽ നിന്റെ തലമുറയെ ദൈവം സന്ദർശിക്കും. തീർച്ചയായിട്ടും സന്ദർശിക്കും. വായിച്ചോ.
ആ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം, ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നുള്ളൊരു കുറ്റം, നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. അതായത് സഭ പൂർണ്ണ സ്വതന്ത്രയാണ്. മനസ്സിലാക്കണം, സഭ പൂർണ്ണ സ്വതന്ത്രയാണ്. നിന്നെ ഏതെങ്കിലും വിഷയത്തിൽ നിന്നെ അടക്കി വാഴുവാൻ ആത്മീകനായിരിക്കുന്നതിന് സ്വത്രം ആളെ ഉടച്ചിൽ വരുന്ന ഏതെങ്കിലും വിഷയത്തിന്റെ ജീവിതത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ നീ അതിൽ നിന്ന് ഒഴിഞ്ഞിരുന്നോണം. കാര്യം ഈ ലോകവും ഇതിന്റെ രൂപം ഒഴിഞ്ഞു പോകാനിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നിലനിൽക്കുന്ന രാജ്യത്തിനായിട്ട് കർത്താവ് നിന്നെ ഒരുക്കുമ്പോൾ ഈ ലോകത്തിന്റെ വ്യവസ്ഥകളിലല്ല ഇരിക്കുന്നു. വായിച്ചേ. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഇവിടെ ശ്രദ്ധിക്കണേ, കർത്താവ് ഒരു സമയം കൊടുക്കും കേട്ടോ. ഈ കുമ്മനാട്ട വിഷയമൊക്കെ ദൈവം കർത്താവ് ഇത് കണ്ടിട്ടുണ്ട്. കർത്താവ് ഒരു സമയം കൊടുക്കും. അതിന്റെ അകത്തൊരു ദൈവ പൈതലെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ അത് മടക്കിക്കൊണ്ടുവരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, ഈ പോകുന്ന അവസ്ഥയിൽ അതിന് ദൈവം വിടത്തില്ല. കർത്താവ് അതിന് വിടത്തില്ല. കാരണം മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുക്കുന്നവനാണ്. സമയം കൊടുക്കും. ഇതിനുള്ളിൽ നീ മടങ്ങി വരുന്നുണ്ടോ? ഇതിനുള്ളിൽ നീ മടങ്ങി. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ചില പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനേക കാലങ്ങളായിട്ടിരിക്കുന്നെങ്കിൽ ദൈവം നോക്കുന്നുണ്ട് നമ്മൾ അതിൽ നിന്ന് മടങ്ങി വരുന്നുണ്ടോ എന്ന്. മടങ്ങി വരുന്നില്ലെങ്കിൽ അടി വരും, നല്ല അടി കിട്ടും. അങ്ങനെ തന്നെയാണത്. ആമേൻ. കാര്യം നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന് നമ്മളെ തല്ലിയേ മതിയാകത്തുള്ളൂ. പക്ഷെ അങ്ങനെ തല്ലുന്ന ദൈവമാണോ? വ്യക്തമായിട്ട് കിടക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഏതാ? എബ്രായ ലേഖനത്തിൽ തന്നെ കിടപ്പുണ്ട് അല്ലേ? അവിടെ വായിക്കുന്ന എന്താ? അതിന്റെ 12-ാം അധ്യായത്തിലാന്ന് എനിക്ക് തോന്നുന്നു, 11-ലോ 12-ലോ. ഞാനിപ്പോ വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അത് വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. അതിന്റെ 12-ാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതൽ വായിക്ക, അല്ലെ 4 മുതൽ വായിക്ക. 12-4 എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. ശ്രദ്ധിക്കണം, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. ശ്രദ്ധിക്കണേ, കർത്താവ് ഈ വിഷയത്തിൽ ഇതുവരെ ശാസിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശാസന വെളിപ്പെടും. അടുത്തത് വായിച്ചേ. ശ്രദ്ധിക്കണേ, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ. ആർക്കായി ശിക്ഷണ കിട്ടുന്നവരെ? ദൈവ സ്നേഹം ഉള്ളവർക്കേ, ദൈവത്തിന്റെ കാര്യപദ്ധതിയിൽ ഉള്ളവർക്കേ ഈ ശിക്ഷയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ദൈവദാസന്മാർ ഇപ്പോഴും വിളച്ചില് കാണിച്ച് ഒരു പ്രശ്നമില്ലാത്തത്? ദൈവം തള്ളിയിരിക്കുകയാണ്. മനസ്സിലാവുന്നു? ഇത് ഒരു വ്യക്തി പോലും വന്നിട്ട് പറയുന്നുണ്ടോ ഞാൻ ഇതിന്റെ പുറകെ രാഷ്ട്രീയം കാണിച്ച് ബഹളം ഉണ്ടാക്കി നടന്നു, ദൈവം എന്നെ സന്ദർശിച്ചു, ഞാൻ അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുകയാണ്, എന്റെ ദൈവത്തിൽ എന്നെ വേണ്ടതുകൊണ്ട് ഞാൻ ഈ മാർഗവും ഈ ചിന്തകളും വിട്ട് ദൈവത്തെ അനുഗമിക്കുകയാണ് വേണ്ടെന്ന് ഒരു വ്യക്തി പോലും പറയുന്നില്ല. വളരെ ഊക്കത്തോടെ തെളിഞ്ഞും മറഞ്ഞും പല രൂപത്തിലും പാപത്തിലും ഭക്തിയുടെ വേഷം ധരിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കയറാൻ വേണ്ടി നിൽക്കുന്നവരോട് ഒരു കാര്യം പറയാം, ദൈവം തള്ളിയതാണെന്നുള്ളത് സ്വന്തം നിശ്ചയമായ കാര്യമാണ് അല്ലേ? എന്താണ്? കർത്താവ് ശാസിച്ചാൽ, ശിക്ഷിച്ചാൽ മനസ്സിലാക്കണം അത് മക്കളോടാണ്. ഇതിൽ ഒരു വ്യക്തി പോലും ഈ എല്ലാ ശണ്ടയും കലഹവും എല്ലാം നടത്തി ദൈവനാമം ദുഷിപ്പിച്ചിട്ട് ഇവർക്കാർക്കും ഒരു ഉടച്ചിലില്ലാതെ കണ്ടിട്ടുണ്ടോ? അനേകർ പറയും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മടങ്ങി വരാം. ഇവർ ദൈവത്തിന്റെ മക്കളല്ലേ, ഇവരെങ്ങനെ മടങ്ങി വരുന്നേ? ദൈവത്തിന്റെ ദാസന്മാരല്ലേ എങ്ങനെ മടങ്ങി വരുന്നത്? ദൈവകരത്തിൽ ഇരിക്കുന്ന വ്യക്തിക്കാണ് അടി കിട്ടത്തുള്ളൂ. ദൈവത്തിന്റെ കൃപയിൽ ഇരിക്കുന്നവർക്ക് ശാസനയും ശിക്ഷയുള്ളൂ. ഇവരാരും ദൈവത്തിന്റെ ശാസനയിലോ ശിക്ഷണത്തിലോ ചെന്നിട്ടില്ല. അവർ ഇതുവരെ ജീവിച്ചതും പ്രവർത്തിച്ചതിന്റെ ഫലം പരസ്യമായിട്ട് ഒരു കഷ്ടം ഇവരാരും അനുഭവിച്ചിട്ടുമില്ല. കാരണം ഇവർ ദൈവത്തിന്റെ ദാസന്മാരല്ല. ഇവരെങ്ങനെയോ ആ സ്ഥാനത്ത് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് മറ കൂടാതെ സംസാരിക്കും. സ്റ്റേജ് കണ്ട് അധ്യക്ഷതയിൽ ഇരിക്കുന്ന ചിലരെ കണ്ടുകൊണ്ട് അയ്യോ അവരൊക്കെ ഇരുന്ന് ഞാനിത് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചു പോകുന്നവനൊന്നും ദൈവദാസനല്ല കേട്ടോ. അവന്റെ താടി കണ്ടോ, മീശ കണ്ടോ, അല്ലെങ്കിൽ ഇടിക്കുന്ന വസ്ത്രം കണ്ടോ, കാലേ കിടന്ന 150 ഉലുവാടെ ചെരുപ്പ് കണ്ടോന്നും നീ ഭക്തനാണെന്ന് എണ്ണരുത്. വെറും കള്ളനായിരിക്കും. ഈ ഭക്തിയുടെ വേഷമേ ഉള്ളൂ. വായിച്ചേ, തുറന്നു വായിച്ചേ. താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈ
കൈക്കൊള്ളുന്ന ഏതു മകനെയും താൻ കൈക്കൊള്ളുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ആമേൻ. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും ആ തല്ലുന്നു. കണ്ടോ, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. അടുത്തത് എന്നിങ്ങനെ ആ മക്കളോട് എന്നപോലെ ആ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം ആ നിങ്ങൾ മറന്നു കളഞ്ഞു. ഞാൻ പറയും, ഇതേ സംഘടനയ്ക്കകത്തുള്ള അനേക പാസ്റ്റർമാർ എന്നോട് പറഞ്ഞു കണ്ടിട്ട് ഞാൻ ഇതിനകത്ത് പോകാറില്ല, ഞാൻ ഈ വഴക്കിന്റെ അകത്ത് പോകാറില്ല, അവിടെ ചെന്നത് കാണാനും കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതുകൊണ്ട് ഞാൻ ആ വക കാര്യങ്ങളിൽ ഇടപെടാറേ ഇല്ലെന്ന് എത്രയോ പാസ്റ്റർമാർ പറയുന്നു. അപ്പൊ അവരാണോ മക്കള്? ഈ വൃത്തികേട് കാണിക്കുന്ന ഇവരാണോ ദൈവത്തിന്റെ മക്കള്? ഇതിൽ പോകരുത്. സഹോദരനെ സ്നേഹിക്കണം, സഹോദരന്റെ ശണ്ട ഉണ്ടാക്കരുതെന്ന് കണ്ട സമാധാനത്തിലും അല്ലെങ്കിൽ ഐക്യതയിലും മുമ്പോട്ട് പോകുവാൻ മനസ്സുള്ളവരെ ദൈവമക്കളായിട്ടോ ശുശ്രൂഷകരായിട്ടോ ഇവരാരും കാണത്തില്ല. അവർക്ക് ചെറിയ 2-3 മീറ്റിംഗ്, ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു കോട്ടേജ് മീറ്റിംഗ് ഒക്കെ കൊണ്ട് അവരെ ഒതുക്കും. കാര്യം തന്നെ അവർ സ്വർഗത്തിൽ പോകാനുള്ളതല്ലേ. മെയിൻ ലൈനിൽ നിൽക്കുന്ന പല പാസ്റ്റർമാർ ഇതിനെ കുറിച്ച് മിണ്ടുന്നില്ല, അശേഷം മിണ്ടുന്നില്ല. അവർക്ക് സ്റ്റേജാണ് മുഖ്യം. ഇവരുമായിട്ടൊന്നും ഉടയാൻ ഇവർക്കൊന്നും മനസ്സില്ല. പക്ഷെ എന്റെ ദൈവം ഇതൊക്കെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആളുകൾ തുയതയിലെ ഒരു ചിന്ത എന്നാ പറയാ, തുയതയിലെ സഭയിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോളിലിരിക്കുമ്പോ ദൈവം ഞങ്ങളോട് പറയാൻ വല്ല കാര്യം ചെയ്യുവോ? ഞങ്ങളല്ലേ ഈ പരിപാടിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ തെറ്റിപ്പോയി. വ്യാജം കാണിക്കുന്നവന്റെ തലമുറയെ തൊടുന്നവനാ നമ്മുടെ ദൈവം. അല്ലേ? വായിച്ചേ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ ഉള്ള അശുദ്ധമായ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സഹോദരന്മാരുടെ കലഹം ഉണ്ടാക്കരുത് എന്ന് മനസ്സിലാക്കുന്ന ഏത് വിധത്തിലാണ്? ദൈവം ഇതിനെതിരാണ്. ഇവർക്ക് ആർക്കും ഇത് ദൈവം എതിരാന്ന് മനസ്സിലാകുന്നില്ല. കർത്താവ് ഇതിന് എതിരാണെന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഈ പ്രവൃത്തി ദൈവം വെറുക്കുന്ന കാര്യമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ആമേൻ. അങ്ങനെയാണ് നമ്മൾ മടങ്ങി വന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവ് മാനസാന്തരപ്പെടുവാൻ ഒരു സമയം കൊടുത്തു. മനസ്സിലാക്കണം, IPCക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരു സമയം കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴാണ് അതിന്റെ സമയം കർത്താവിന് മാത്രം അറിയത്തുള്ളൂ. അതിന്റെ ഡ്യൂറേഷൻ എത്ര കാലഘട്ടമാണെന്ന്, അതിന്റെ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്ന ഇന്നത്തെ ദിവസം, ആ ഡ്യൂറേഷന്റെ എത്രാമത്തെ ഡേയിലാണ് നിൽക്കുന്നതെന്നൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആമേൻ. എന്താണ് അവിടെ വായിക്കുന്നത്? നമ്മൾ വായിച്ച മനസ്സില്ല, കഴിഞ്ഞില്ലെന്നല്ല, മനസ്സില്ല. ഇതൊന്നും നിർത്തിയിട്ട് അങ്ങനെ ആരുടെയെങ്കിലും പേര് പോകാനൊന്നും എനിക്ക് മനസ്സില്ല. ശ്രദ്ധിക്കണേ, ദൈവസഭ എന്റെ കുടുംബതൊത്താന്ന് പറയുന്നവനൊക്കെയാ ഇതിനകത്ത് കിടക്കുന്നത്. പണ്ടേ പെട്ടകം എടുത്തോണ്ട് പോയി ഒരു കൂട്ടര്. ആരാ? ഹല്ലേലൂയ. ഫെലിസ്ത്യര് പെട്ടകം എടുത്തോണ്ട് പോയി. ആ പെട്ടകം ജാതികളെ എടുത്തോണ്ട് പോയി അവർക്കുള്ള രോഗം വന്ന് തിരിച്ചു കൊണ്ടുവന്നു. അതേ പെട്ടകത്തിന്റെ മുമ്പില് വേറെ കുറെ പേര്, ആരൊക്കെയാണെന്നറിയാമോ? ഇതുപോലൊരു 3 പയ്യന്മാരല്ല 3 പേര് ഒരു 4 പേര് വന്നിട്ട് അവര് സ്വന്തം പുരോഹിതന്മാരുടെ വസ്ത്രമൊക്കെ എടുത്തിട്ടിട്ട് അവരവിടെ ധൂപം കാണിക്കാൻ തുടങ്ങി. മോശയ്ക്ക് നേരെ അഭിമുഖമായിട്ട് എതിർത്തുന്നു, ദൈവ പ്രമാണത്തിന് അഭിമുഖമായിട്ട് എതിർത്തുന്നിട്ട് ധൂപം കാണിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, കുടുംബസമേതം ചാകാൻ റെഡിയായിക്കുവാ. വായിച്ചോട്ടെ. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അപ്പൊ ശ്രദ്ധിക്കണേ, ആദ്യം അവിടെ വചനം പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവളുടെ കിടപ്പുമായി അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ഞാൻ. അപ്പൊ ആദ്യം കഷ്ടത വരുന്നുണ്ട്. കഷ്ടത കൊടുത്തു നോക്കി. മനസ്സിലാകുന്നുണ്ടോ? കഷ്ടത കൊടുത്തു നോക്കും, നേരെയാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ജാതികളിൽ കാണുന്ന അനർത്ഥങ്ങൾ ഇന്ന് സഭയ്ക്കകത്ത് ഈ IPCക്കകത്ത് ഉൾപ്പെടെ കയറി വരുമ്പോൾ ഇവന്മാർക്കൊരുത്തനും ദൈവാത്മാവ് വെളിപ്പെടുത്തി പോലും കൊടുക്കുന്നില്ലെന്ന് ഓർത്തോണം. ഇവന്റെ കീഴിലെ ആടുകളുടെ നേർക്ക് അനർത്ഥം വരുമ്പോൾ ജാതികളെ പോലെ ഇരുന്നുകൊണ്ട് കരയാനല്ലാതെ ദൈവാത്മാവ് ഒന്നും വെളിപ്പെടുത്തി തന്നില്ലല്ലോന്നോ ഒരുവന്റെ വായിൽ പോലും കേട്ടിട്ടില്ല. കാര്യം നടത്തുന്നവനില്ലെന്ന അഭിഷേകം.
ഈ പുറകെ വരുന്ന ആടുകളുണ്ടല്ലോ, ഇവർ തെറ്റിദ്ധരിച്ചൊക്കെ മുമ്പേ നടക്കുന്നവരെല്ലാം ദൈവകൃപയിലാണെന്ന്. പക്ഷെ ഇവർ ദൈവകൃപയിൽ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രദ്ധിക്കണേ, കഷ്ടം കൊടുത്തിട്ട് കണ്ണു തുറക്കുന്നുണ്ടോ നോക്കി. ഞാൻ വലിയ കഷ്ടത്തിലും ഞാൻ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അടുത്തത് അവളുടെ മക്കളെ ആദ്യം കൊല്ലും. പ്രധാന പുള്ളിയുടെ തലമുറയെ ദൈവം കൊല്ലും. ഇത് എഴുതി വെച്ചിരിക്കുന്നത് പഴയ നിയമത്തിലല്ല, സ്തോത്രം, പുതിയ നിയമത്തിലെ ഒരേ ഒരു വെളിപ്പാട് പുസ്തകമാണല്ലോ, അല്ലെ? ഒരേ റെവലേഷൻ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. ആ വെളിപ്പാടിൽ എഴുതി വെച്ചിരിക്കുന്ന സഭയെ ക്രിസ്തു കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ണ്, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, ഇന്ന് കുമ്പനാടിനെ സന്ദർശിക്കുക തന്നെ ചെയ്യും. അവിടെ ഇരിക്കുന്നവൻ ആരായിരുന്നാലും ശരിയാ, ദൈവം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് അതിനെ സന്ദർശിക്കും. ആദ്യം കഷ്ടതകൾ വരും, അതിൽ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മക്കളെ ദൈവം തൊടും. വെറുതെ കൈയോടിയ കാലമില്ല, തട്ടിക്കളയുള്ളൂ ദൈവം. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ ദൈവദാസനാകുന്ന എനിക്കതിന് അധികാരമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നില്ല, സഭയെ മലിനപ്പെടുത്തി അവന്റെ തലമുറയെ ദൈവം കൊന്നുകളയുന്ന പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തലമുറകൾ നഷ്ടപ്പെടുന്ന ദൈവദാസന്മാർ സൂക്ഷിച്ചോണം എവിടെയാണ് പാകപ്പിഴകൾ വന്നിരിക്കുന്നതെന്ന്. വെറുതെ ഒന്നും നടക്കത്തില്ല. നീ സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ച ദൈവത്തെ ആത്മസത്തെ ആരാധിക്കുന്നതാണോ, നിന്റെ കുടുംബത്തെ നോക്കി അസാധാരണമായ അനർത്ഥം നിന്റെ തലമുറയുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എവിടെയാണ് വീഴ്ച വന്നതെന്ന് അന്വേഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാരോട് ശണ്ടയിടാതെ സകലരോട് സമാധാനമായിട്ട് ഇരിക്കാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇവർക്കത് കഴിയാത്തതിനുള്ള കാരണം? അതുകൂടെ നമുക്കൊന്ന് വേഗം ചിന്തിക്കാം. എന്താ കാരണം? മറ്റൊന്നുമല്ല, അതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞ എബ്രായ ലേഖനം അതിന്റെ 3-ാം അധ്യായം, എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ചേ. ഇന്നു നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്നു നിങ്ങൾ കർത്താവിന്റെ ശബ്ദം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ ഇസ്രായേൽ മക്കൾ മത്സരത്തിൽ എന്ന പോലെ അവരുടെ ഹൃദയം അന്ന് പരീക്ഷാ ദിവസത്തിൽ കഠിനപ്പെട്ടതുപോലെ ദൈവജനമേ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാ പാപം ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എന്തിനാണ് ഹൃദയത്തിൽ വരുന്ന ശണ്ഠയും കലഹത്തിന്റെ കാരണം? ഹൃദയം കഠിനപ്പെട്ടുപോയി. ഹൃദയം കഠിനപ്പെട്ടുപോയി. ഹൃദയം കഠിനപ്പെട്ടു പോയി. ദൈവശബ്ദം കേൾക്കുന്ന ഹൃദയമാണെങ്കിൽ അത് കഠിനപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിന്റെ തലമുറയെ നിനക്ക് വീണ്ടെടുക്കണമെങ്കിൽ നിന്റെ ഹൃദയ കഠിനത നീ ഉപേക്ഷിക്കണം. കുമ്മനാടുള്ള പാസ്റ്റർമാരെ നിങ്ങളുടെ ഹൃദയ കഠിനത ഉപേക്ഷിക്കണം. നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ ഹൃദയ കഠിനത ഉപേക്ഷിക്കണം. ക്രിസ്തു മാർഗം നിങ്ങൾ ചെയ്യുന്നതല്ല, നിങ്ങൾ ഈ ചെയ്യുന്നതല്ല. ദുർമാർഗങ്ങളും അശുദ്ധികളും പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ പേര് പല പോസ്റ്ററിന്റെ അകത്തും ബാനറിന്റെ അകത്തും പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലും ഫ്രണ്ട് ലൈൻ സീറ്റിൽ ഇരുന്നിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരില്ലെന്ന് മനസ്സിലാക്കിക്കോ. വായിച്ചാട്ടെ അടുത്ത വാക്യം, സ്തോത്രം, അതിന്റെ 9 വായിച്ചേ. ആ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് കണ്ടോ, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ. അപ്പൊ മനസ്സിലാക്കേണ്ട, ദൈവ സാന്നിധ്യവും ദൈവപ്രവൃത്തിയെല്ലാം വെളിപ്പെടുമ്പോൾ ശ്രദ്ധിച്ച ഈ അനുസരണക്കേട് കാണിക്കുന്ന പാസ്റ്റർമാർ, അശുദ്ധി പ്രവർത്തിക്കുന്ന പാസ്റ്റർമാര്, പലപ്പോഴും ദൈവാത്മാവിൽ നിറവുള്ള ശുശ്രൂഷ വരുമ്പോൾ എല്ലാവരും ആത്മാവിൽ ആരാധിക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇവർ അനങ്ങാതെ സൈഡിൽ ഇരിക്കുന്നതാണ് വിവരിക്കുന്നില്ല. ദൈവം കൊണ്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് വ്യക്തിപരമായിട്ട് പറയണം, നിന്റെ തലമുറ തീർത്തിട്ട് അതിന്റെ മുമ്പിൽ നിന്നെ ഇരുത്ത് കരയിക്കാൻ. നിന്റെ തലമുറയെ ദൈവം തീർത്ത് കളയും.
ആ ദൈവത്തെയാണ് സേവിക്കുന്നത്. ഇത് വെറുതെ പറയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമില്ല. ഇവര് കഠിനമായി തീർന്നു അല്ലേ? അവിടെ വായിക്കുന്ന എന്താണ്? അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അടുത്തത്, ഒരു തലമുറയോട് നീരസം തോന്നിയ അവരെ ശാസിക്കത്തില്ല ദൈവം, അവരെ ശിക്ഷിക്കത്തില്ല ദൈവം. എന്തുകൊണ്ടാണ് നിന്നെ ശാസിക്കാതെയും ശിക്ഷിക്കാതെ ഇട്ടിരിക്കുന്നറിയാവോ? ദൈവത്തിന് നീരസമുണ്ട് നിന്നോട്. ആ സംഘടനയോട് ദൈവത്തിന് നീരസമുണ്ട്. അതിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നവരുടെ ദൈവം നീരസത്തിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവര് കയറി നിൽക്കുമ്പോൾ ഇവര് പഠിച്ചു വെച്ചതാ പറയുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഇവരുടെ വായിന്ന് വരില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പറയുന്നത് അങ്ങനെയല്ല, പഠിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതൊക്കെ നീ പറയുന്നല്ലേ, പ്രവചിക്കാത്തന്നാ നീ ആത്മാവിൽ പ്രവചിക്കാത്തഎന്താ? വീട് വരുന്നു, കാറ് വരുന്നു, മക്കളെ അങ്ങ് സ്വന്തം എന്നാ പറയുന്നത് അങ്ങോട്ട് യൂറോപ്പിലേക്ക് പോകുന്നു. ഇതൊന്നും അല്ലടോ പ്രവചനം. നിന്റെ പാപത്തെ വെളിപ്പെടുത്താത്ത എന്താ? പാപം ചെയ്യുന്നവന്റെ പാപം നിന്റെ ശുശ്രൂഷയുടെ വെളിപ്പെട്ടു വരാത്ത എന്താ? അതിന് പരിശുദ്ധാത്മാവ് വേണം. അതാ അവനിൽ ഇല്ലെന്ന് പറഞ്ഞത്. ഇവനിലൊന്നും പരിശുദ്ധാത്മാവില്ല. ശൗലിലിരിക്കുന്ന മറ്റൊരാത്മാവാണ് ഇവരിലേക്ക് ഇരിക്കുന്നത്. വായിച്ചാട്ടെ. എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. അതായത് മനസ്സിലാക്കണം, വെളിപ്പാട് ദിവസം നമ്മൾ കാണുന്ന തുയവേറിയ സഭയിലെ ദൈവത്തിന്റെ ദാസന്മാരെ വ്യഭിചരിക്കുവാൻ, ദുർനടപ്പാചരിക്കുവാൻ, വിഗ്രഹാർപ്പണം തിന്നേണ്ടതിന് ഉപദേശിക്കുവാൻ, അപ്പോൾ അവര് യഥാസ്ഥാനത്തിൽ എപ്പോഴും തെറ്റിപ്പോയിക്കൊണ്ടായിരിക്കുന്നു. ഒരിക്കലും സ്ഥിരത വരത്തില്ല, തെറ്റിപ്പോയിക്കൊണ്ട്. കഴിഞ്ഞ വർഷം അടി, അതിന്റെ മുമ്പത്തെ വർഷം അടി, അതിന്റെ മുമ്പത്തെ വർഷം അടി, കഴിഞ്ഞ 50 വർഷം എടുത്ത അടി അല്ലേ? ഈ സംഘടനയ്ക്കകത്തെ കലഹത്തിന്റെ പിന്നിൽ കാണുന്ന സ്ഥിരതയില്ല. വായിച്ചേ. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികൾ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. കണ്ടോ, ഇവര് ചെയ്തവർ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. അവരുടെ മക്കളെ അവരുടെ കാഴ്ചപ്പുറത്ത് തീർക്കും. എന്നിട്ട് അവർ സ്വസ്ഥതയിൽ ദൈവം പ്രവേശിപ്പിക്കുകയില്ല. എങ്ങനെയുണ്ട്? ഇതിന് വിരുദ്ധമായ പ്രസംഗമാണ് ഈ എന്താ പറയുന്നത്, ഈ നൈജീരിയയിലെ അഭിഷേകമായിട്ട് നടക്കുന്നവന്റെ കീഴിൽ പോയിരുന്ന് പ്രാപിച്ചാൽ കർത്താവിന്റെ ദയ, കരുണ, ഇത് മാത്രം. ന്യായവിധി, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഇവരുടെ ഒന്നും വായിന്ന് വരും. കാര്യം പരിശുദ്ധാത്മാവ് അല്ല അവരിലിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമാ മനുഷ്യൻ പാപം ചെയ്ത വിഷയമായി കാണുന്നുള്ളൂ. ഒരു തെറ്റിപ്പോയ അവനോട് മനം തിരിയാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു അഭിഷേകം ഇന്ന് കുമ്പനാളിനെ സ്വാധീനിച്ചോണ്ടിരിക്കുക. അവർ മാനസാന്തരപ്പെട്ട് പാസ്റ്റർമാര് മടങ്ങി വരണം. സ്വന്തം പ്രായമൊന്നും നോക്കണ്ട. അപ്പൂപ്പന്മാര്, വല്യപ്പച്ചൻ ആനപ്പുറത്തിരുന്ന് ഇതൊന്നും ഇവിടെ പറയണ്ട. ദൈവനാമം പരസ്യമായി ദുഷിപ്പിച്ചാൽ പരസ്യമായി കേൾക്കേണ്ടി വരും. ആമേൻ. വായിച്ചേ. കർത്താവിന്റെ ക്രോധത്തിൽ കർത്താവ് ശബ്ദം. ഈ ചെയ്ത മഹാന്മാരുടെ ഒക്കെ ചാകൽ എങ്ങനെയാന്ന് നോക്കിക്കോണം കേട്ടോ. ഈ പാസ്റ്റർമാരുടെ ഒക്കെ അവസാന കാലം നോക്കിക്കോണം. ഇപ്പോഴീ കാണുന്ന കാട്ടായൊക്കെ വിട്ട് ഇതൊക്കെ കണ്ടങ്ങ് വിട്ടേക്കണം. ഇവരുടെ അവസാന കാലം ഇവരെങ്ങനെ തികച്ചെന്ന് നോക്കിക്കോണം. ഇവരുടെ അവസാന കാലം പറ്റുമെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് പോയി സന്ദർശിക്കണം. എന്തൊക്കെയായിരിക്കും ഇവർ വിളിച്ചു പോകുന്നതെന്ന്, ഇവരുടെ വായിന്ന് എന്തൊക്കെയാ വരുന്നതെന്ന് അന്ന് ശ്രദ്ധിച്ചോണം. ഒരു ഭക്തന്റെ മരണം പോലെ ആയിരിക്കത്തില്ല ഇവരുടെ ഒന്നും മരണം. വായിച്ചാട്ടെ. സത്യം ചെയ്തു സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം ശ്രദ്ധിക്കണം. നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കണം. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെയും ഈ പ്രബോധനം ഉണ്ടാകണം. ഇതിനെ കർത്താവ് നമ്മളെ വെച്ചിരിക്കുന്നു. ഈ പ്രബോധനം ഉണ്ടോ? ഈ പ്രബോധനം ഉണ്ടോ? ഇവര് തമ്മിൽ കലഹിക്കുകയാണ്. ഒരുവൻ തെറ്റ് ചെയ്താൽ, ഒരുവനൊരു കുറവ് വന്നാൽ അത് പരിഹരിക്കാൻ ഇവൻ ആത്മീകനായിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്, അതിന് പകരം കലഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല. ആമേൻ.
സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് അതിന്റെ 13 വാക്യം എന്ന് വായിച്ചാൽ, നിങ്ങൾ ആരും പാപത്തിന് ചതിയാൽ. ഓക്കെ, അത് അടുത്ത വാക്യം 14 വാക്യം. ആദ്യ വിശ്വാസം ആ അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ ആ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നു. 15 വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കണ്ടോ, വീണ്ടും പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അപ്പൊ ഹൃദയം കഠിനപ്പെട്ടാൽ ഇതെല്ലാം ചെയ്യും. കർത്താവ് അത് കൈവിട്ടിട്ട് ആദ്യം സ്വതം മനസ്സിലാക്കണം. ആദ്യം കർത്താവ് ചെയ്യുന്നതെന്നാന്നറിയാവോ? സ്വതം അവന്റെ ഈ ചെയ്തവന്റെ അവനിരിക്കെ അവന്റെ തലമുറയെ ദൈവം സന്ദർശിക്കും. എന്നിട്ട് ഇവന് സ്വസ്ഥത കിട്ടുകയില്ല. ദൈവം ചെയ്യുന്ന കാര്യം പറയുന്നത്. വീണ്ടും അകൃത്യത്തിൽ വീണ്ടും ഇരുന്നാൽ തലമുറയെ നീക്കിക്കളയും. എന്നിട്ട് അവന്റെ സ്വസ്ഥത ദൈവം കൊടുക്കുകയില്ല. എന്ത് നേടി? അവന്റെ പെട്ടിക്കകത്ത് എത്ര ഏക്കർ സ്ഥലം കയറും? അവന്റെ ശവപ്പെട്ടിക്കകത്ത് എത്ര കിലോ സ്വർണം കയറും? എത്ര ഡോളർ കയറും? പറ. ഹല്ലേലൂയ. നിനക്ക് കുറെ ലാംഗ്വേജ് അറിയാലോ, ഏതെങ്കിലും നിന്നെ രക്ഷിക്കുവോ? ഏതെങ്കിലും സ്വാധീനം? എത്ര ബൈബിൾ കോളേജ് തുടങ്ങി വെച്ചേക്കുന്ന വല്ലതും നിന്നെ സ്വാധീനിക്കുവോ? നീ ഫോൺ എടുത്ത് ഡയൽ ചെയ്താൽ ഏത് രാഷ്ട്രീയ പ്രമുഖരും നിന്റെ മുമ്പിൽ മുട്ടുകുത്തില്ലേ? നിന്റെ മൂക്കിലെ ശ്വാസം പോകുമ്പോൾ ഇവരാരും നിനക്ക് ഗുണപ്പെടുകയില്ല. നീ പ്രാണവേദനയിലാകുമ്പോൾ നിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യമില്ലാത്ത തിരകൾ നിന്റെ നേർക്ക് ഉയരുന്നു കാണാൻ ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. നിലവിളിച്ച് കാറി അതും ഇതും വരുന്നത്, കാലെ പിടിച്ച് വലിക്കുന്നും പറഞ്ഞുകൊണ്ട് ചാകുന്ന ആ ദുഷിച്ച രംഗമാണോ നിന്റെ ജീവിതത്തിൽ നിന്ന് കാത്തിരിക്കുന്നതെന്ന് ഒന്ന് പരിശോധിച്ചോണം കേട്ടോ. ഈ അകൃത്യം പ്രവർത്തിക്കുന്നവരെ നിങ്ങളുടെ അവസാന സമയം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചോണം. ഇന്ന് നിന്റെ അവസാനത്തെ ദിവസമാണ് എങ്കിൽ നീ ഇന്ന് ചെയ്തു വെച്ചതിന്റെ പ്രതിഫലം നീ മേടിക്കുവാൻ ചെന്ന് നിൽക്കുന്നത് എവിടെയായിരിക്കും? കർത്താവിന്റെ വരവിങ്കൽ കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ നിന്റെ പെട്ടി അടഞ്ഞു തന്നെ കിടക്കും. നിന്റെ കല്ലറയുടെ മുകളില് നല്ല വാക്യങ്ങൾ കൊണ്ട് നീ ചെയ്ത വീരകൃത്യങ്ങൾ കാണും. പക്ഷെ അതെല്ലാം കല്ലറയുടെ പുറത്ത് നിന്റെ ജഡത്തെ ഉയർപ്പിക്കാതെ വണ്ണം സാക്ഷ്യമായി കിടക്കുമ്പോൾ ആരോരും അറിയാത്ത അളവിയ പേരും അഡ്രസ്സും ഇല്ല, ദൈവത്തിന് പ്രസാദം വരുത്തിയ ദൈവദാസന്മാര് ആളും പേരുമില്ലാത്ത രാജ്യത്തിന്റെ പല ഭാഗത്ത് നിന്ന് ഉയർക്കുമ്പോൾ നിന്റെ കല്ലറ ലജ്ജയോടെ ഇരുട്ടിൽ കിടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവ സന്നിധിയിൽ വിശ്വസ്തയോടെ മടങ്ങി വരണം. ആമേൻ. നിന്റെ ഹൃദയ കഠിനത മാറ്റണം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവ സന്നിധിയിൽ സത്യത്തോടുകൂടെ നിന്നെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കാണത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ അതിന്റെ 4-ാം വാക്യം, നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 4-ന്റെ സ്തോത്രം 2 മുതൽ വായിച്ചേ. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം 4:2. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നു. ഒരു വർഷം മുഴുവനും അല്ല, ഒരു ആയുസ് മുഴുവനും നീ ദൈവവേല ചെയ്തു, പക്ഷെ ഒരു വചനം പോലും നിനക്ക് ഉപകാരമായിട്ട് വന്നില്ല. ഒന്ന് ചിന്തിച്ചേ. പ്രസ്ഥാനത്തിന്റെ ജനറൽ പ്രസിഡന്റ് ഒരു ആയുസ് മുഴുവൻ ലോകരാജ്യങ്ങളോട് കടങ്ങി പ്രസംഗവും നടത്തി എല്ലാം ചെയ്തു. ജീവിതത്തിൽ വിശുദ്ധിയില്ല, ദൈവമായിട്ട് ഇടപാടില്ല. അതുകൊണ്ട് അവൻ പ്രസംഗിച്ച ഒരു വാക്യം പോലും അവനെ രക്ഷിക്കാൻ പ്രാപ്തമല്ലാതിരുന്നു. വായിച്ചേ. വിശ്വസിച്ചവരായ നാമല്ലോ കണ്ടോ, വിശ്വസിക്കണം. വിശ്വാസം വെറുതെ ഉണ്ട്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ ഇരിക്കുന്നവന് മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള അനുവാദമുള്ളൂ. അത് ആത്മീകമാണ്. ഈ കൃപയിൽ നിന്ന് വീണവൻ ഒരിക്കലും ആത്മീകമല്ല. അവൻ വീണ് കിടക്കുന്നത് സ്തോത്രം ഹാലലെ ജഡ നഷ്ടപ്പെട്ട ശിംശോനെ പോലെ, ശക്തി നഷ്ടപ്പെട്ടവനെ പോലെ കിടക്കുക മാത്രമാണ്. നിനക്ക് പേര് മാത്രമേ ശിംശോൻ എന്നുള്ളൂ. വായിച്ചോ. വിശ്വസ്തരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ലോകസ്ഥാപനത്തിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളിച്ചെയ്തിരിക്കുന്നു. 7-ാം നാളത്തേക്ക്
സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്തും പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോവുകയാലും. അടുത്ത വാക്യം, 7-ാം വാക്യം, ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അടുത്ത കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കും. നമ്മുടെ ഹൃദയം കഠിനമാകാതെ കർത്താവിന്റെ നാളോളം നാം സൂക്ഷിച്ചാൽ നാം അവന്റെ സന്നിധിയിൽ പ്രശംസാ വിഷയമായി തീരും. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവദാസന്മാരോടാ ഇന്ന് പകൽ നേരം സംസാരിച്ചത്. ദൈവദാസന്മാർ മടങ്ങി വരണം. കുമ്പനാട് വലിയൊരു ദൈവപ്രവൃത്തി നടക്കണം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് അതിൽ സംസാരിക്കാൻ ഇടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ തലമുറകളെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനം കിടക്കുന്നു. മാനസാന്തരപ്പെടാത്തവനെ എല്ലാം ദൈവം സന്ദർശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത് മനസ്സിലാക്കി മടങ്ങി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തമാകുവാനും, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദോഷം ചെയ്യുന്നവരായി ദൈവദാസന്മാര് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ദോഷം സഹിക്കുന്ന ആ ദൈവിക പ്രമാണം വിട്ടുകളയുന്നത് നിമിത്തം അനേകർ തള്ളപ്പെടുകയാണ്. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് ദൈവസന്നിധി നമ്മുടെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം കേട്ട ഈ വചനത്തെ ദൈവസന്നിധി സ്തോത്രത്തോടെ